ഹായ് സുഹൃത്തുക്കളെ, നമ്മൾ ഏവരും കാത്തിരുന്ന മതം വിട്ടവർ എന്ന സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇങ്ങനെയല്ല കാണിക്കേണ്ടത് അല്ലേ? സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്വാമി വന്നിട്ട് പറഞ്ഞു, ആരെങ്കിലും ഒരാൾ എവിടെ നിന്നെങ്കിലും മതം വിട്ടു എന്ന് കേട്ടാൽ ഉടനെ ജാമിത അവിടേക്ക് ചെല്ലും. എന്നിട്ട് അയാളെ കുത്തിപ്പൊക്കി പറ 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 എന്ന് പറഞ്ഞു കൊണ്ടുവരുമത്രേ. അങ്ങനെ ഒരാളും കുത്തിപ്പൊക്കേണ്ട കാര്യമില്ല. മതം വിട്ടവർ എമ്പാടുമുണ്ട്. ചിലർക്ക് പൊതുവിൽ അത് പറയാൻ താല്പര്യമുണ്ടാകും, ചിലർക്ക് ചില സാഹചര്യങ്ങൾ കാരണം പുറത്ത് ഡിക്ലെയർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്, ചിലർക്ക് പൊതുവിൽ പറയാൻ വാക്കുകൾ കിട്ടാത്ത സാഹചര്യങ്ങളുണ്ട്. താൻ എന്തുകൊണ്ടും മതം വിട്ടു എന്നത് മറ്റുള്ളവർ അറിയാൻ താല്പര്യമില്ലാത്തവരുണ്ട്. മറ്റുള്ളവരുടെ മതവിശ്വാസങ്ങളെ മതവികാരങ്ങളെ വ്രണപ്പെടുത്താൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. കഴിഞ്ഞൊരു ദിവസം ഞാനൊരു വിഷ്വൽ കാണാനിടയായി. അതിൽ RV ബാബു ചേട്ടൻ എനിക്ക് അറിയുന്ന ആളാണ്. ബാബു ചേട്ടൻ ഒരു കാര്യം ഉന്നയിക്കുന്നുണ്ട്. അതായത് 9-ാം അധ്യായമായ സൂറത്ത് തൗബയിലെ 5-ാമത്തെ വാചകത്തിൽ അമുസ്ലിമീങ്ങളെ കണ്ടാൽ കണ്ടിടത്തു വെച്ച് പിരടിക്കു വെട്ടിക്കൊല്ലണം എന്ന ഖുർആൻ വാചകമുണ്ട്. ആ പരിശുദ്ധമാക്കപ്പെട്ട, അതായത് ആ മാസങ്ങൾ നിഷിദ്ധമാക്കപ്പെട്ട, പരിശുദ്ധമല്ല കേട്ടോ, ആ നിരോധിക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് അമുസ്ലിമീങ്ങളെ കണ്ടാൽ കണ്ടിടത്ത് വെച്ച് കൊല്ലണം, പതിയിരിക്കണം എന്നൊക്കെ പറയുന്നിട്ടുള്ള വാചകങ്ങൾ. അത് പറഞ്ഞപ്പോൾ ഈ വിഷ്വൽ എടുത്തിട്ടുകൊണ്ട് ഒരു ഇസ്ലാമിക പ്രഭാഷകൻ പറയുകയാണ്, എന്താണ് ഇതിന്റെ ഒക്കെ കാരണമെന്നറിയാമോ? ഖുർആൻ എന്നാണോ പരിഭാഷപ്പെടുത്തിയത്, എന്നാണോ വ്യത്യസ്ത ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടത്, അതിന്റെ തകരാറാണ്. അതായത് പണ്ടുള്ളവർ പറയും, തന്റെ പൊന്ന് പിച്ചളയായത് തട്ടാനെ കുറ്റം പറയണ്ടെന്ന് പറഞ്ഞതുപോലെ തന്റെ മതഗ്രന്ഥത്തിൽ എന്താണുള്ളത് എന്ന് മറ്റു ഭാഷകളിലൂടെ ആൾക്കാർ മനസ്സിലാക്കി കഴിഞ്ഞു. അത് മനസ്സിലാക്കാൻ പാടില്ലായിരുന്നു. അതിന്റെ കുറ്റമാർക്കാണ്? ഭാഷ വ്യത്യസ്ത ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതിന്റെ തകരാറാണത്രേ. അപ്പോഴും നമ്മുടെ ഗ്രന്ഥത്തിനും വൈകല്യമില്ല, നമ്മുടെ ഗ്രന്ഥമിറക്കിയ രക്ഷിതാവിനും വൈകല്യമില്ല. ഈ മതം ഈ ഗ്രന്ഥത്തിലൂടെ പുറം ലോകത്ത് പ്രചരിപ്പിച്ച മാനവരിൽ മഹോന്നതനും യാതൊരു കുറ്റവുമില്ല. കുറ്റമാർക്കാണ്? പരിഭാഷപ്പെടുത്തിയവർക്കാണ്. അപ്പോൾ ഇന്ന് മതം വിട്ടവരുടെ എപ്പിസോഡിൽ വരുന്ന വിശിഷ്ട വ്യക്തി ആരെന്ന് നിങ്ങൾക്കറിയണ്ടേ? ആദ്യമായി ഖുർആൻ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഒരു പണ്ഡിതന്റെ മകനാണ്. അതായത് അന്നത്തെ കാലഘട്ടത്തിൽ മദ്രസകളിലൊക്കെ അറബി മലയാളമായിരുന്നു. അതായത് എഴുതുന്നത് അറബിയിലും വായിക്കുന്നത് കറക്റ്റ് മലയാളത്തിലും. വൊളുഇന്റെ, അതായത് അംഗശുദ്ധിയുടെ ഫർളുകൾ, നിർബന്ധ നിയമങ്ങൾ 4 ഇങ്ങനെ എഴുതി വെക്കും. അപ്പൊ അത് എഴുതുന്നത് അറബിയിൽ, അറബി മലയാളത്തിൽ പാഴ എന്നൊക്കെ വെച്ചിട്ട് എഴുതും. വായിക്കുന്നത് കറക്റ്റ് മലയാളമായിരിക്കും. അപ്പൊ ആദ്യമായി അറബി മലയാളത്തിലേക്ക് ഖുർആൻ പരിഭാഷപ്പെടുത്തിയ ഖുർആൻ പണ്ഡിതന്റെ ഏതു കാലത്താണെന്ന് കൂടി ആലോചിക്കണം. അതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരും. അപ്പൊ ആ പറഞ്ഞ പണ്ഡിതന്റെ മകനാണ് ഇന്ന് മതത്തെ വിമർശിച്ചുകൊണ്ട് താൻ എന്തുകൊണ്ടും മതം വിട്ടു, എന്താണ് ഈ ഗ്രന്ഥത്തിലുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യമായി അറബി മലയാളത്തിലേക്ക് ഖുർആൻ ട്രാൻസ്ലേറ്റ് ചെയ്തത് ഇദ്ദേഹത്തിന്റെ പിതാവായ ഉമർ മൗലവിയാണ്. പിന്നീട് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് CN അഹമ്മദ് മൗലവിയാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തു തന്നെ ആയാലും ശരി, അദ്ദേഹത്തിന്റെ മക്കളെ എല്ലാം വ്യത്യസ്തതയാണ്. അതൊക്കെ അദ്ദേഹം നമുക്കൊന്ന് പരിചയപ്പെടുത്തി തരട്ടെ അല്ലേ? അപ്പോൾ അദ്ദേഹത്തിലേക്ക് പോകാം. ടീച്ചർ തന്ന 10 ചോദ്യങ്ങളും കണ്ടു. എന്തായാലും വളരെ സന്തോഷം. ഇങ്ങനെ ഒരു അവസരം തന്നതിലും സന്തോഷം. പക്ഷേ എപ്പോഴും ഞാനൊരു വേറിട്ട രീതിയിൽ ചിന്തിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇത് കേൾക്കുന്ന ആരും ഇത് പൂർണ്ണമായിട്ടും സത്യമാണെന്നൊന്നും വിചാരിക്കണ്ട, നുണയാണെന്ന് തന്നെ വിചാരിച്ചോളൂ. കാര്യം നിങ്ങൾ ശരിക്കും സ്വന്തം ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്ത് ശരിയാണെങ്കിൽ മാത്രം വിശ്വസിക്കുക. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം യാതൊരു ഭയമില്ല. ഞാൻ പൂർണ്ണമായിട്ടും
ആത്മാർത്ഥമായിട്ട് തന്നെ വിശ്വസിച്ചിട്ടാണ് ഈ പറയുന്നതൊക്കെ. അത് നിങ്ങൾക്ക് സത്യമല്ലെങ്കിൽ സത്യമാവണ്ട. മാത്രമല്ല, ഞാൻ വിചാരിക്കുന്നത് ലോകത്ത് ആർക്കും സത്യത്തെ നുണയാക്കാൻ കഴിയില്ല എന്ന്. പക്ഷേ ഗീബൽസിൻ്റെ ഒരു തന്ത്രമുണ്ട്, നുണയെ സത്യമാക്കുന്ന ഒരവസ്ഥ. അതുകൊണ്ട് തന്നെ നിങ്ങളാരും ഞാൻ പറഞ്ഞു എന്നതുകൊണ്ട് നിങ്ങളിത് വിശ്വസിക്കരുത്. പിന്നെ എന്നെ കുറിച്ചിട്ട് ആദ്യമായിട്ട് പറയാനുള്ള, എൻ്റെ വ്യക്തിപരമായ എന്നെക്കുറിച്ച് പറയാനുള്ളതാണ് പറയുന്നത്. ഞാൻ പ്രൊഫഷണലായിട്ട് ഒരു ഗണിത അധ്യാപകനാണ്. പിന്നെ ഈ സാധാരണ സ്കൂളിലെ മാഷാണ്. അതാണ് പറയാനാണ് എനിക്കിഷ്ടം. പക്ഷേ മാത്രമല്ല, പകുതി കാലം സർവീസ് കാലം ഞാൻ വിദ്യാഭ്യാസ ഓഫീസറായിട്ടും മറ്റും ജോലി ചെയ്തു. ഇതിനൊക്കെയുള്ള വിദ്യാഭ്യാസ യോഗ്യത ഞാൻ നേടിയിട്ടുണ്ട്. ഞാൻ MA സോഷ്യോളജി കഴിഞ്ഞ ആളാണ്. MEd ഈ എക്സ്പെരിമെൻ്റൽ എഡ്യൂക്കേഷനിൽ ഒരു ഓപ്ഷണൽ പേപ്പർ എഴുതിയും കൊണ്ട് MEd കഴിഞ്ഞ ആളാണ്. കുറേ കാലം വിദ്യാഭ്യാസത്തിൽ ഗവേഷണം ചെയ്ത ആളാണ്. അതാണ്. പിന്നെ ഞാൻ ഒരു കണക്ക് മാഷാണ്. ഞാൻ ഗണിതവും ഫിസിക്സുമാണ്, അല്ലെങ്കിൽ ഭൗതികശാസ്ത്രമാണ് പഠിച്ചിട്ടുള്ളത്. പിന്നെ കുടുംബം എന്നത് ഞാൻ വളരെ പുരാതനമാണെന്ന് പറയാവുന്ന ഒരു മത കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. അതായത് എൻ്റെ ഉപ്പ ഉമർ മൗലവി എന്ന് പറയുന്ന പിന്നെ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു നേതൃത്വത്തിലുണ്ടായിരുന്ന ആളായിരുന്നു. അതേപോലെ എൻ്റെ മാതാവ് എന്ന് പറയുന്നത് ഈ യഥാർത്ഥത്തിൽ മലബാറിലൊക്കെ ആദ്യമായിട്ട് ഈ ഖുർആൻ അച്ചടിച്ച കുടുംബത്തിലെ, അതായത് പിന്നെ ആകെ മുസ്ലിങ്ങളുടേതായ 2 പ്രസ്സുകൾ ഉണ്ടായിരുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഒന്ന് കണ്ണൂരിലെ അറക്കൽ കുടുംബത്തിന്, അറക്കൽ രാജാക്കന്മാർക്ക്. രണ്ടാമത് തിരൂരങ്ങാടി ഉള്ള ഒരു പ്രസ്, ആ ഒരു അച്ച് പ്രസ്സായിരുന്നു. അതായിരുന്നു ആദ്യമായിട്ട് കേരളത്തിൽ ഉണ്ടായിരുന്ന പുസ്തകങ്ങൾ. മാത്രമല്ല, പിന്നെ ഈ ആദ്യമായിട്ട് ഖുർആൻ അച്ചടിച്ച് വന്ന് അങ്ങനെ അത് ആദ്യമായിട്ട് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് എൻ്റെ പിതാവാണ്. പക്ഷേ അദ്ദേഹം അത് അറബി മലയാളത്തിലാണ് ആദ്യമായിട്ട് തിരൂരങ്ങാടി പ്രസ്സിൽ പ്രസിദ്ധീകരിച്ചത് കൊണ്ടാണ് എന്ന് തോന്നുന്നു. ആദ്യത്തെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അദ്ദേഹമാണെന്ന് അല്ല നമ്മൾ പൊതുജനങ്ങൾ വിചാരിക്കുന്നത് CN അഹമ്മദ് മൗലവിയാണെന്ന്. കാരണം അദ്ദേഹമാണ് മലയാളത്തിലേക്ക് അത് പ്രസ്സിലൂടെ വന്നത് എന്നർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ ഭാര്യ ഇതേ കുടുംബത്തിൽ തന്നെ, അതായത് പിന്നെ ഈ ചാലില്ലാത്ത കുഞ്ഞമ്മദാജിയുടെ പേരക്കുട്ടിയായ, അതായത് ഞങ്ങളൊക്കെ ഒരു കുടുംബമാണെന്ന് വേണമെങ്കിൽ പറയാം. ഹസ്നത്ത് എന്ന് പറഞ്ഞ ആളാണ്. അവരും അധ്യാപികയായിരുന്നു. പിന്നെ എൻ്റെ മക്കള്, മൂത്ത മകൻ രാംപ്രസാദ് ബിസ്മിൽ, അവൻ സൈക്കിയാട്രിയിലെ പിന്നെ ബിരുദാനന്തര ബിരുദം എടുത്തിട്ട് കാനഡയിലെ ടൊറൻഡോ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യാന്ന്. പിന്നെ രണ്ടാമത്തെ ആള് ഫിസിയോതെറാപ്പി കഴിഞ്ഞുള്ള ഹാപ്പി അമൽ. മൂത്ത ആളുടെ പേര് രാമപ്രസാദ് ബിസ്മിൽ എന്നാണ്. ഈ കക്കോരി ഗൂഢാലോചന കേസിൽ തൂക്കിക്കൊന്ന ഒരു ദേശസ്നേഹിയായിരുന്ന ഒരു രക്തസാക്ഷിയായിരുന്ന രാമപ്രസാദ് ബിസ്മിലിൻ്റെ പേരാണ്. രണ്ടാമത്തത് ഹാപ്പി അമൽ എന്നാണ്. മൂന്നാമത്തത് മിനി എന്നാണ്. അമൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റാണ്. അയാൾ കുവൈത്തിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യണത്. മൂന്നാമത്തെ മകള് ഈ HRDയിൽ, അതായത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിൽ പോസ്റ്റ്
ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിലും പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് അവൾ അബുദാബിയിലെ ഇത്തിസലാത്തിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ജീവിതം വളരെ ജോളിയായിട്ട് പോകുന്നു. ഒരു 29 വർഷത്തോളം വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് പെൻഷൻ പറ്റി ഇപ്പോൾ സുഖമായിട്ട് വീട്ടിലിരിക്കുന്നു. വീട്ടിൽ സുഖമായിട്ട് ജോലിയായിട്ട് കഴിയുന്നു. നല്ല എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ നമ്മൾ കൂലിപ്പണിക്കാരനല്ലല്ലോ, സ്വന്തം ജീവിതം ആസ്വദിക്കുകയാണ്. ഭയങ്കര രസകരമായിട്ട് ആസ്വദിക്കുന്നുണ്ട്. മതത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും മതം പഠിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും വിവേകത്തോടുകൂടി ചില കണ്ടെത്തലുകളിൽ എത്തിച്ചേരുകയും ചെയ്താൽ പേരിലും ഊരിലുമൊന്നും കാര്യമേ ഇല്ല എന്ന് മനസ്സിലാകും. ലോകമറിയപ്പെടാനിരിക്കുന്ന ഒരു വ്യക്തിയുടെ പേര് തൻ്റെ മകന് ഇട്ടുകൊടുക്കുകയാണ്. ആ കാലഘട്ടത്തിൽ എല്ലാവരും മുഹമ്മദ് എന്നും അബ്ദുലെന്നും അബ്ദുള്ളയെന്നും പേര് ചൊല്ലി മക്കളെ വിളിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ 3 മക്കൾക്കും വ്യത്യസ്തമായ പേരുകൾ നൽകി. അതേപോലെ തന്നെ അവർക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും നൽകി. അവർ 3 പേരും സമൂഹത്തിലെ ഉന്നത ശ്രേണിയിൽ റെപ്യൂട്ടഡായി ഇന്നും ജീവിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട് അദ്ദേഹം മതരഹിത ജീവിതം ഏത് രൂപത്തിലാണ് ആസ്വദിക്കുന്നത് എന്ന്. ഒരു സർക്കാർ ജീവനക്കാരനായതുകൊണ്ട് തന്നെ അദ്ദേഹം ഫിനാൻഷ്യൽ ഫ്രീഡം ഉള്ള ആള് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മാത്രമേ മതം വിടാൻ പാടുള്ളൂ എന്ന് ചോദിക്കരുത്. കാരണം സാമ്പത്തിക സോഴ്സ് നമുക്ക് മറ്റാരും തരുന്നതല്ല, നമ്മുടെ ഉപജീവന മാർഗം നമ്മൾ തന്നെ കണ്ടെത്തുന്നതാണ്. മറ്റുള്ളവരെ ആശ്രയിക്കുന്നവർ അവരെന്തു കരുതും, ഇവരെന്തു കരുതും, അവരോട് എന്ത് പറയും, ഇവരോട് എന്തു പറയും, മറ്റവരെന്തു ചിന്തിക്കും, അവരുടെ കാര്യം എന്താകും, അങ്ങനെയൊക്കെ ചിന്തിച്ച് എല്ലാവരെയും സംതൃപ്തരാക്കിക്കൊണ്ട് ലോകത്തൊന്നും ആർക്കും ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ നമ്മുടെ ബഷീർ സുജീവനം മാഷിന് ഹൃദ്യമായ സ്വാഗതം അരുളുന്നു. ഞാൻ ചെറിയ കാലമായിട്ടേ ഉള്ളൂ ബഷീർ മാഷെ പരിചയപ്പെട്ടിട്ട്. എൻ്റെ ഉപ്പയുടെ അബ്ദുൽ അലി മാഷ്, അദ്ദേഹത്തിന്റെ വളരെ അടുത്ത സുഹൃത്താണ് ഇദ്ദേഹം. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹത്തോട് എപ്പോൾ സംസാരിച്ചാലും എന്തെങ്കിലുമൊക്കെ വിജ്ഞാനങ്ങൾ ലഭിക്കും. നമ്മൾ സൈലന്റായി കേട്ടിരുന്നാൽ മതിയാകും. ഞാൻ അദ്ദേഹത്തിന്റെ കോള് റെക്കോർഡ് ചെയ്ത് പിന്നീട് 2-3 ആവർത്തി അങ്ങനെ കേൾക്കും. പുസ്തകമൊക്കെ എഴുതിയിട്ടുള്ള, അതുപോലെ യൂട്യൂബില് ചാനലുള്ള ഒരുപാട് വിജ്ഞാന ശകലങ്ങൾ അദ്ദേഹത്തിന്റെ തലച്ചോറിലുണ്ട്. ഒരു ദിവസം എന്നെ കാണാൻ വന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരേക്കും ഞങ്ങൾ സംസാരിച്ചിട്ടും സംസാരം തീരുന്നില്ല. അദ്ദേഹം കണക്കിലാണ് ബ്രില്യൻ്റ് ആയിട്ടുള്ളത്. അപ്പൊ കണക്കിലെ സീറോയെ കുറിച്ചിട്ടായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞതെല്ലാം. അങ്ങനെ ഒരുപാട് വിജ്ഞാനം അദ്ദേഹം പറഞ്ഞു തരികയുണ്ടായി. അപ്പൊ അദ്ദേഹത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ഇസ്ലാമിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലൊന്നാമതായി, ഇസ്ലാമും സ്ത്രീ സ്വാതന്ത്ര്യവും തമ്മിൽ വല്ല ബന്ധവുമുണ്ടോ? ഇസ്ലാം സ്ത്രീക്ക് മഹനീയമായ സ്ഥാനം നൽകുന്നുണ്ടോ, സ്വാതന്ത്ര്യം നൽകുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് എന്താണ് എന്ന് അദ്ദേഹം തന്നെ നമ്മളോട് പങ്കുവെക്കട്ടെ. രണ്ടാമത്തെ ചോദ്യം സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ടാണ്, അതല്ലെങ്കിൽ സ്ത്രീകളുടെ അവകാശത്തെ കുറിച്ചിട്ടാണ്. ഇസ്ലാമിൽ അതിലെങ്ങനെയുണ്ട് എന്നതാണ് ചോദ്യം. ഇസ്ലാമിൽ ചരിത്രപരമായി ഇസ്ലാമിന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പുരോഗമനം ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കാലത്തും ഈ ചരിത്രത്തിനെ നിഷേധിക്കാൻ ഒരു മതത്തിനും ഒരു ജാതിക്കും ഒരു ഇതിനും കഴിയില്ല. ആ കാലഘട്ടത്തിലെ ആ പ്രദേശത്ത് ആണ് യഥാർത്ഥത്തിൽ ചരിത്രം എന്നതുണ്ടാവുന്നത്. അത് ഉണ്ടാക്കുന്നത് അവിടെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. ഇതന്നെ നിങ്ങൾ നോക്കുക. സ്പേം, ഇപ്പോൾ ആദ്യമായിട്ട് മനുഷ്യനൊരു കൂട്ടായിട്ട് ജീവിച്ചു. ആ കാലത്ത് ഒന്നും അറിയില്ല, വിവരം എന്ന് പറയുന്നത് ഉണ്ടായിട്ടില്ല, ഉപകരണങ്ങളില്ല. അങ്ങനെ ഓരോ ചെറിയ ചെറിയ ഉപകരണങ്ങൾ ഉണ്ടായി അങ്ങനെ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ മുമ്പ് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ആകെ ഒരു പുരുഷൻ, കുറെ കൂടുതൽ സ്ത്രീകൾ, അങ്ങനെയുള്ള ജീവിതം. അതിൽ കാരണം വേറെ നല്ല മിടുക്കുള്ള ഒരു പുരുഷനും കൂടി വന്നാൽ ഒന്നുകിൽ ഇയാളെ പുറത്താക്കും, എന്നിട്ട് അയാൾ നിൽക്കും. അങ്ങനെ പുരുഷന്മാർ തമ്മിലൊരു മാത്സര്യം എല്ലാ കാര്യത്തിലും പ്രത്യേകിച്ച് എന്നുണ്ട്. കാരണം ഏറ്റവും നല്ല സ്പേമായിരുന്നു അടുത്ത തലമുറക്ക് കിട്ടേണ്ടതെന്നുള്ളതുകൊണ്ടായിരിക്കാം. എന്തായാലും അങ്ങനെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന്
പിന്നീടാണ് നമ്മൾ കുറച്ചും കൂടിയും കാലം കഴിഞ്ഞപ്പോൾ പുരുഷന്റെ ബീജം കണ്ടെത്തി. അപ്പോൾ ആ പുരുഷനാണ് പിന്നെ ഇതിൻ്റെ മേന്മ നായി. കാരണം ഈ ഉപകരണങ്ങൾ ഇങ്ങനെ ഓരോന്ന് പുതുതായിട്ട് വന്നതോടുകൂടി പുരുഷന് ഒരു ആവശ്യം വന്നു. അതുവരെ പുരുഷനെ കൊണ്ട് വലിയ ആവശ്യമൊന്നുമില്ല, ആകെ ഒന്നോ രണ്ടോ ആളുണ്ടായാൽ മതി, എത്രയോ സ്ത്രീകൾക്ക് അത് മതി. നേരെ മറിച്ച് പിന്നീട് പുരുഷനെ കൊണ്ട് ആവശ്യം വന്നു. അപ്പോൾ അമ്പുകൾ ഉണ്ടാകാൻ തുടങ്ങി, തീ കണ്ടുപിടിച്ചു. ഇങ്ങനെ വന്ന് അവർക്ക് പുരുഷന് കൂടുതൽ പങ്ക് ഈ സാമൂഹ്യ ജീവിതത്തിൽ പങ്ക് വന്നതോടുകൂടിയാണ് പുരുഷന്മാർ വന്നത്. പിന്നെ പുരുഷന്മാർ മേൽക്കൈ നേടി. അങ്ങനെയാണ് മതങ്ങൾ ഉണ്ടായത്. ഈ മതങ്ങളാണ്, അതായത് ഈ ഉപകരണങ്ങളാണ് പുരുഷന് കൂടുതൽ പങ്കാളിത്തം സമൂഹ ജീവിതത്തിൽ കൊണ്ടുവന്നത്. പുരുഷന്മാരപ്പോൾ ഒന്നിച്ച് അവർ പെണ്ണിനെ അടിമയാക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ സ്ത്രീകളുടെ ഇത് വന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിൽ അറേബ്യൻ രാജ്യം എന്ന് പറഞ്ഞാൽ ഒരു മരുഭൂമിയാണ്. അവിടെ ജീവിക്കാനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും വളരെ 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 പരിമിതമാണ്. നല്ല ഒരു 10 തരം മരം കൂടി നമ്മളതിൽ കേൾക്കാനില്ല അവിടെ ഉണ്ടായിരുന്നതായിട്ട്. ആകെ ഒരു ഈത്തപ്പഴം മാത്രമാണ്, അല്ലെങ്കിൽ ഈത്തപ്പന മാത്രമാണ്. പിന്നെ ആകെ ആട് അല്ലെങ്കിൽ ഒട്ടകത്തിൻ്റെ കൃഷിയാണ്. പിന്നെ ആകെ എന്താണ് ചെയ്യാനുള്ളത് വിചാരിച്ചാൽ വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല അവിടെ പണി. ആകെ ഒരു കച്ചവടം ചെയ്യാം. ആ കച്ചവടത്തിന് ഭയങ്കര യാത്ര ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ട് അവിടെ പറയുന്നത്. അവിടെ കൂടുതൽ സ്വാതന്ത്ര്യം ഒന്നും കൊടുക്കാൻ പറ്റില്ല. മാത്രമല്ല, ആദ്യമായിട്ട് സ്ത്രീകൾക്ക് മനുഷ്യന്റെ സ്വത്തുക്കൾക്ക് അവകാശമുണ്ട് എന്ന് എഴുതി വെച്ചത് ഖുർആനിലാണ്. അതായത് പകുതിയെങ്കിൽ പകുതി. പക്ഷെ അവിടെ തന്നെ അത് തന്നെ എല്ലാ കാലത്തും വേണം എന്ന് പറയുമ്പോൾ മാത്രമേ അത് അപകടമാകുന്നുള്ളൂ. ആ നിലക്ക് ഇസ്ലാം ഈ കാര്യത്തിൽ പുരോഗതി ഉണ്ട് എന്ന് പറയാം. കാരണം ആദ്യമായിട്ട് പരമ്പരാഗതമായ ഒരു വ്യക്തിയുടെ സ്വത്തിൽ അവകാശം സ്ത്രീകൾക്ക് എഴുതപ്പെട്ടത് അല്ലെങ്കിൽ ഉറപ്പാക്കപ്പെട്ടത് ഖുർആനിലാണ്. ആ നിലക്ക് നമുക്ക് ഖുർആനെ എടുക്കാം. പക്ഷേ ഉപകരണങ്ങൾ ആ കാലത്തെ ഇത് നമ്മൾ അംഗീകരിച്ചു. പക്ഷെ ഉപകരണങ്ങൾ മാറുന്നതോടുകൂടി മാറുക എന്നുള്ള കാര്യം വന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അപകടം ഉണ്ടായത് എന്നർത്ഥം. കാരണം വ്യവസായ വിപ്ലവം വന്നു, സോഷ്യലിസം വന്നു, ജനാധിപത്യം വന്നു. മാത്രമല്ല എഗ് അല്ലെങ്കിൽ പിന്നെ എഗ്ഗിൻ്റെ കണ്ടെടുത്തം, ഇതൊക്കെ അതിന് കാരണത്തിനെ കുറിച്ച് ഞാൻ പിന്നീട് പറയാം. മൂന്നാമതായിട്ട് പറയാനുള്ളത്, മാഷ് ജനിച്ച മതം ഇസ്ലാമാണ്, ഞാനും ജനിച്ച മതം ഇസ്ലാമാണ്. കൂടുതൽ പഠിക്കുകയും അനുഭവിക്കുകയും ചെയ്ത മതം ഇസ്ലാമാണ്. താങ്കൾ ജനിച്ച മതം താങ്കൾ ഉപേക്ഷിക്കാനുണ്ടായ കാരണം എന്താണ്? മൂന്നാമതായിട്ട് പറയാനുള്ളത്, ജനിച്ച മതത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് പോയി, മതത്തിൻ്റെ മുക്തി എന്തുകൊണ്ട്, അല്ലെങ്കിൽ അതിന് എൻ്റെ അഭിപ്രായത്തിൽ ഇസ്ലാം എന്നത് ആ കാലഘട്ടത്തിലുള്ള ഒരു മതമാണ്. അത് എല്ലാ കാലത്തും എന്നത് ഒരിക്കലും നിലനിൽക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അത് ഓരോ യഥാർത്ഥത്തിൽ ഉപകരണങ്ങളാണ് യഥാർത്ഥത്തിലുള്ള പടച്ചോൻ. ഈ ഉപകരണങ്ങൾക്കനുസരിച്ചാണ് നമ്മളെ ജീവിത രീതികളും ജീവിത ശൈലികളും മാനസിക ഭാവങ്ങളും അതേപോലെ തന്നെ വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ. കാരണം ഈ ഉപകരണങ്ങൾ വളരെ 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 പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാന ഉപകരണമാണ് ഭാഷ. ഈ ഭാഷയാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ പോലും ഉണ്ടാക്കിയത്. ഈ ഭാഷ, മനുഷ്യൻ്റെ ഈ ഭാഷ, അതായത് ഇവിടെയുള്ള അന്തരീക്ഷം, അതിലെ വായുമണ്ഡലം, അതേപോലെ നമ്മളെ വായമണ്ഡലം, അതേപോലെ നമ്മളെ വായും നാവും കൊണ്ടുണ്ടാക്കുന്ന അനേകതരം ആവർത്തികളുടെ ശബ്ദ തരംഗങ്ങൾ, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഓരോ വസ്തുവിനും നമ്മൾ ഒരു പ്രത്യേക വാക്ക് ഉപകരണമായിട്ട് ഉണ്ടാക്കുകയാണ്. ഒരു ശബ്ദത്തിൻ്റെ ഒരു മെലഡി. അത് ആ ഉപകരണം എന്നത് ഒരിക്കലും ഈ വാക്ക് ഒരിക്കലും വസ്തുവല്ല.
അതായത് അതിന് സിംബോളിക് ഇൻട്രാക്ഷൻ എന്നാണ് പറയുക, അല്ലെങ്കിൽ പ്രതീകാത്മക വിനിമയം. ഈ പ്രതീകാത്മക വിനിമയമാണ് യഥാർത്ഥത്തിൽ ഈ ഭാഷ എന്ന് പറയുന്ന ഉപകരണം. ഇത് കൊണ്ടാണ് നമ്മൾ എല്ലാ മാനസിക പ്രപഞ്ചം തന്നെ ഉണ്ടാക്കുന്നത് ഈ ഭാഷ കൊണ്ടാണ്. ആ മാനസിക പ്രപഞ്ചത്തിലുള്ള എല്ലാം യഥാർത്ഥത്തിൽ ഭൗതികമായതല്ല, അഭൗതികമാണ്, ഇല്ലാത്തതാണ്, നുണയാണ്. അതായത് ഈ ഒരു നുണ എന്ന് പറയുന്ന ഭീകരമായ അല്ലെങ്കിൽ മറ്റൊരു വസ്തു, ഇല്ലാത്തത് പറയാനുള്ള കഴിവ് യഥാർത്ഥത്തിൽ മനുഷ്യന് മാത്രമേ ഉള്ളൂ. ഈ കാര്യത്തിൽ മനുഷ്യൻ ദൈവത്തെ പോലും ഇപ്പോൾ സർവശക്തനായ ദൈവമാണെങ്കിൽ ദൈവത്തിനെ പോലും തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് നുണ പറയാന്നുള്ളത്. മനുഷ്യൻ ചെയ്യുന്നതും അത് തന്നെയാണ്. അതിന് കഴിഞ്ഞത്, അതിന് ശക്തി കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവന് ഭാഷ എന്ന ഉപകരണം ഉണ്ടായത് കൊണ്ടാണ്. അപ്പോൾ ഈ ഉപകരണങ്ങളാണ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്നത്. ഈ ഉപകരണങ്ങളാണ് നമ്മൾക്ക് പിന്നെ ഈ മതവും മറ്റുള്ള സാധനങ്ങളൊക്കെ നിലനിർത്തുന്നത്. അത് അതിൻ്റെതായ രീതിയിൽ പരിഷ്കരിക്കുക വേണം. യഥാർത്ഥത്തിൽ നമ്മൾ ശരിക്ക് പൗരോഹിത്യം ആലോചിക്കേണ്ട ഒരു കാര്യം, ഇസ്ലാമിനുള്ള ഒരു വലിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അത് വളരെ മറ്റുള്ള എല്ലാ അടിസ്ഥാന പ്രമാണങ്ങളെ പോലെ തന്നെ ഖുർആനിലും നല്ലതും ഉണ്ട്, ചീത്തയും ഉണ്ട്. പക്ഷെ ഇസ്ലാമിൻ്റെ സാമൂഹ്യ ഘടന അനുസരിച്ച് അതിന് വളരെ കൂടുതൽ ഇഴയടുപ്പുള്ളതാണ്. 5 നേരം വന്നിട്ട് പിന്നെ ഒന്നിച്ചു കൂടണം, പിന്നെ വെള്ളിയാഴ്ച നിർബന്ധമായിട്ട് ഒന്നിച്ചു കൂടണം. ഇത് കാരണം അതിന് നേതൃത്വം കൊടുക്കുന്ന യഥാർത്ഥം പുരോഹിതന്മാരുടെ കയ്യിലാണ് അതിരിക്കുന്നത്. ഈ കാര്യമാണ് യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്കും കൂടി മനസ്സിലാവാത്ത ഒരു സത്യം. ഈ എത്ര കണ്ട് ജനാധിപത്യവും പുരോഗമനവും പറയുന്ന സമൂഹം ഉണ്ടായിട്ടും കാര്യമില്ല, പൗരോഹിത്യം നന്നായിട്ടില്ലെങ്കിൽ ഇസ്ലാം തകരും. ഇപ്പോൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, പാകിസ്ഥാനിൽ വളരെ ഒരു മതേതര ബോധം ഉണ്ടായിരുന്ന ആളായിരുന്നു മുഹമ്മദ് അലി ജിന്ന. അതേപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന നിങ്ങൾക്കറിയാലോ, പിന്നെ ഖാദിയാനികളായിരുന്ന അവരുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നവരൊക്കെ. പക്ഷേ അവിടെ വന്ന് മുസ്ലിങ്ങളുടെ രാജ്യമായതോടുകൂടി മതപുരോഹിത്വം പിന്നെ അതിൻ്റെ സ്വഭാവം കാണിക്കാൻ തുടങ്ങി. നിങ്ങളൊക്കെ കണ്ടാണ്, ബാക്കിയുള്ള എല്ലാ മുസ്ലിം രാജ്യങ്ങളിലും ഈ മുല്ലപ്പൂ വിപ്ലവം ഉണ്ടായത് ജനാധിപത്യവാദികളും കൂടി കൂടിയിട്ടാണ്, ഇടതുപക്ഷക്കാർ കൂടിയിട്ടാണ്. പക്ഷേ അവിടെ ബ്രദർഹുഡ് ഭരിക്കാൻ വന്നതോടുകൂടി അതൊക്കെ തകർന്ന് തരിപ്പണാക്കി, ഇല്ലാതാക്കി. കാരണം എന്താ വെച്ചാൽ പുരോഹിതന്മാർ പിന്നെ അവിടെ മുൻകൈ നേടും. അപ്പം ഇസ്ലാം എവിടെ ഉണ്ടോ അവിടെയൊക്കെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള എത്ര നല്ല ഒരു നേതൃത്വം ഉണ്ടായിട്ടും കാര്യമില്ല, അവിടെ മത നേതൃത്വം അത് ഏറ്റെടുക്കും. മതത്തിന് അതിനെ കൈകാര്യം ചെയ്യാനും അവരെ കൊണ്ടു നടക്കാനും അവരെ നയിക്കാനും ഉള്ള ഒരു സംവിധാനം ഉണ്ട്. ഒരു സോഷ്യൽ റിലിജനാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം. അതുകൊണ്ട് തന്നെ അതിനെ പേഴ്സണലായിട്ട് നമുക്ക് ഇല്ലാതാക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഈ പുരോഹിതന്മാരെയും ജനങ്ങളെയും ഇസ്ലാം കൃത്യമായിട്ട് പഠിപ്പിക്കുക. അതിന് ആധുനിക ലോകത്ത് എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ടോ അത് മുഴുവൻ എടുത്തിട്ട് ചീത്ത കാര്യങ്ങൾ എങ്ങനെ നമുക്ക് പരിഷ്കരിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ കാലഹരണപ്പെട്ട എന്തൊക്കെ ഉണ്ട് എന്ന് പരിശോധിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അങ്ങനെ ചെയ്യാം. ഇസ്ലാം സമാധാന മതമാണ് എന്ന് ഒരു പക്ഷം പറയുമ്പോൾ മറ്റൊരു പക്ഷം പറയുന്നു ഇസ്ലാം തീവ്രവാദത്തെയാണ് വളർത്തിക്കൊണ്ടുവരുന്നത് എന്ന്. അപ്പോൾ ഇസ്ലാമും തീവ്രവാദവും എന്ന വിഷയത്തെക്കുറിച്ച് എന്താണ് ബഷീർ മാഷ്ക്ക് പറയാനുള്ളത് ഞങ്ങളോട്? നാലാമതായി പറഞ്ഞത് തീവ്രവാദവും ഇസ്ലാമും. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ് അതിന് കാരണം. ഈ ഇസ്ലാമിൽ എപ്പോഴും ഒരു ചെറിയ വിഭാഗത്തിനെങ്കിലും
അതിൻ്റെ ഒരു ലോട്ടറി മതമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം. വലിയ ലോട്ടറി സമ്മാനം കിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ടിക്കറ്റ് എടുപ്പിക്കുകയാണ്. ടിക്കറ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഇസ്ലാമികമായ പ്രവർത്തനങ്ങൾ ആണ് ടിക്കറ്റ്. അതിൽ ഒരാളെ കൊല്ലൽ വരെ ആവാം, തലവെട്ടലാവാം, കൈവെട്ട്, കാൽവെട്ട്, തലവെട്ട്, മാനം വെട്ട്, നശിപ്പിക്കൽ, ഇതൊക്കെ എതിരാളിയെ നശിപ്പിക്കലൊക്കെ ആവാം. അതൊക്കെ ഇസ്ലാമികമായ സ്വർഗത്തിന് വേണ്ടിയിട്ടുള്ള ആ ലോട്ടറി ടിക്കറ്റുകളാണ്. ആ ലോട്ടറി ടിക്കറ്റുകൾ വിൽക്കുന്ന ആൾക്കാർ പുരോഹിതന്മാരാണ്. ഈ പുരോഹിത്യം നിലനിൽക്കുന്നിടത്തോളം കാലം ഇത് നിലനിൽക്കും. അവരുടെ അതിജീവനം ഇല്ലാതാവണമെങ്കിൽ യാതൊരു സംശയമില്ല, യഥാർത്ഥത്തിൽ ഖുർആന് സാധാരണക്കാരന് അറിയണം, അത് പഠിക്കണം. ഇത് നിങ്ങളൊന്ന് നോക്കുക, ഈ ഖുർആൻ ഗവേഷണം എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഇല്ല. വേറെ എന്തൊക്കെയാണ് അവർ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇസ്ലാമിക് ഹിസ്റ്ററി പഠിക്കണം, ഇസ്ലാമിക. ഖുർആൻ പഠിക്കലില്ല. ഖുർആനിൽ കൃത്യമായിട്ട് എന്താണ് ഉള്ളത്, അത് ഒരു വിഷയത്തിൽ തന്നെ എത്ര സ്ഥലത്ത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിലേതാണ് നമുക്ക് ശരിയായിട്ട് എടുക്കാനുള്ളത് എന്ന് ഓരോ സാധാരണക്കാരനും പഠിക്കാനുള്ള അവസരം ഇപ്പം ഉണ്ടായിട്ടുണ്ട്. കാരണം 1924 ആദ്യമായിട്ട് ഖുർആൻ പ്രസിദ്ധീകരിച്ചത്, പ്രസ്സിലൂടെ വന്നത്. കാരണം അതുവരെ അത് ഈ ഓട്ടോമൻ തുർക്കികൾ എന്ന ഖലീഫമാർ അത് നിരോധിച്ചിരുന്നു. അവർ നശിച്ച് അവരില്ലാതായതിനു ശേഷമാണ് ആദ്യമായിട്ട് ഖുർആൻ പ്രസിദ്ധീകരിച്ചത്. ഒരു 100 കൊല്ലം ആകുമ്പോഴേക്ക് അത് എന്താണ് എന്ന് മെല്ലെ മെല്ലെ ഉരുത്തിരിഞ്ഞ് കൊണ്ട് അതിൻ്റെ അനുരണനങ്ങളാണ് യഥാർത്ഥത്തിൽ ജാമിദയും ജബ്ബാറും ഒക്കെ കാണിക്കുന്നത്. മാത്രമല്ല മറ്റവർ അതിന് കഷ്ടപ്പെടുന്നതും അവരെ ബുദ്ധിമുട്ടാണ്, അതിനെ ന്യായീകരിക്കാൻ അവർ ബുദ്ധിമുട്ടാണ്. അത് അവർ തന്നെ യഥാർത്ഥത്തിൽ ഇരുന്നിട്ട് ശരിക്ക് ഒരു ഖുർആനിൽ ഓരോ കാര്യത്തെക്കുറിച്ചിട്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു പട്ടിക ഉണ്ടാക്കിയാൽ മതി. ആ പട്ടിക ഉണ്ടാക്കിയാൽ തന്നെ അവർക്കറിയാം അതിൽ എന്തൊക്കെ നമുക്ക് ഒഴിവാക്കേണ്ടതുണ്ട്, എന്തൊക്കെ പിന്നെ കാലഹരണപ്പെട്ടിട്ടുണ്ടെന്ന്. നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതില്ല. ഏറ്റവും തീവ്രവാദിയായ ഒരു മതപുരോഹിതൻ, അതേപോലെ അത് മതവിശ്വാസങ്ങൾ ചൂഷണം ചെയ്ത് വലിയ ഭയങ്കര സമ്പത്തുണ്ടാക്കിയിരിക്കുന്ന ഒരു കള്ളനായ ഒരു മതവിശ്വാസിയാണെങ്കിൽ പോലും ഖുർആനുള്ള ഒരേ വിഷയത്തിൽ ഉള്ള കാര്യങ്ങൾ മുഴുവൻ തീവ്രവാദവും ഇസ്ലാമും എന്നുള്ളതാണ് അടുത്തത്. അതിൻ്റെ യഥാർത്ഥത്തിൽ അന്തർലീനമായ ഒരു കാര്യമാണ്. ഇസ്ലാമിൻ്റെ അന്തർലീനമായ ഒരു സ്വഭാവമാണ് ഈ തീവ്രവാദം. അത് മറ്റുള്ള മതങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, അക്കാലത്തുണ്ടായിരുന്നു. പക്ഷെ മറ്റുള്ളതൊക്കെ കാലത്തിനനുസരിച്ച് മാറാൻ അതൊക്കെ കഴിഞ്ഞു. നേരെ മറിച്ച് ഖുർആൻ അത് കഴിയാത്ത ഒരവസ്ഥയിലാണ്. അതിന് കാരണം അതിൻ്റെ കടിഞ്ഞാൺ പുരോഹിതന്മാരുടെ കയ്യിലാണ് എന്നുള്ളതാണ്. ആരൊക്കെ എന്തൊക്കെ പറയുകയാണെങ്കിലും ഈ പുരോഹിതന്മാർ ഉള്ളിൽ നിന്ന് സ്വന്തമായിട്ട് സ്വകാര്യമായിട്ട് ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കിയിട്ട് അവരാണ് ഈ കൈവെട്ട്, കാൽവെട്ട്, തലവെട്ട്, അതേപോലെ തന്നെ ആൾക്കാരെ നിഷ്കാസനം ചെയ്യൽ ഇതൊക്കെ ഉണ്ടാക്കുന്നതിനർത്ഥം. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ഖുർആനിലുണ്ട്. അതുകൊണ്ട് തന്നെ തീവ്രവാദം എന്നത് അക്കാലത്ത് ഒരു കവർച്ചാ സമൂഹത്തിന് നിലനിൽക്കാൻ ആ സമൂഹത്തിൽ ഉണ്ടാവുന്നതാണ്. അതിൽ നിന്ന് മാറുന്ന ആൾക്കാരൊക്കെ കൊല്ലുക എന്നുള്ളത്. കാരണം അതിന് നിലനിൽക്കണം, അതിൻ്റെ രഹസ്യങ്ങളൊക്കെ പുറത്തേക്ക് പോകും. അങ്ങനെയുള്ള ഒരു കാലത്ത് ഉണ്ടായത് കൊണ്ടാണ് അന്ന് ഈ ഇസ്ലാം പരിത്യാഗിയെ കൊല്ലണം എന്ന് ഇതുണ്ടായത്. അങ്ങനെ തന്നെയുള്ള അവർ ജീവിച്ചതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതേ നിയമം ഇന്നും നടപ്പിലാക്കാൻ ഒരു പ്രയാസമില്ല. കാരണം അതിൽ വേണ്ടതൊക്കെ ഉണ്ട്, അത് ഖുർആനിലുണ്ട്. നേരെ മറിച്ച് ഖുർആനിൽ മറ്റുള്ള എല്ലാവരും മനുഷ്യരാണെന്നും പിന്നെ ഓരോരുത്തർക്കും അവനവൻ്റെ മതമാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ യഥാർത്ഥത്തിൽ മതപുരോഹിതന്മാർ അവരുടെ താല്പര്യത്തിന് മതത്തെയും ഖുർആനെയും എടുക്കാനുള്ള സൗകര്യങ്ങളും ആയുധങ്ങളും ഉപകരണങ്ങളും അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ തന്നെ ഉള്ളത് കൊണ്ട് തന്നെ ഈ പുരോഹിതന്മാരുടെ ആ കഴിവ് ഇല്ലാതാക്കാൻ യഥാർത്ഥത്തിൽ എന്ത് വേണം? ഖുർആനിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? അതാണ് ഇപ്പോൾ 1924 അത് ആദ്യമായിട്ട് പ്രസ്സിലൂടെ, അതായത് അച്ചടിച്ച് വന്നതോടുകൂടി ആ പ്രോസസ്സ് തുടങ്ങി. 100 കൊല്ലമായപ്പോഴേക്ക് തന്നെ ഖുർആന്റെ ശക്തിയൊക്കെ തകർന്ന് തരിപ്പണമാവാൻ പോകുന്നതാണെന്ന് എൻ്റെ അഭിപ്രായം. കാരണം അത് ആദ്യമായിട്ട് പ്രിന്റ് ചെയ്ത് വന്നതോടുകൂടി അതിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്കും കൂടിയും കഴിയാനായി. ആദ്യമായിട്ട് 1900 നമ്മൾ ഇപ്പോൾ കേരളത്തിൽ തന്നെ അച്ചിലാണ് അടിച്ചിരുന്നത്, അച്ചടിയായിരുന്നു. ഒരുതരം ഈ കല്ലിലുള്ള കല്ലച്ച് പ്രസ്സായിരുന്നു അന്ന്. അതിലാദ്യമായിട്ട് എഴുതിയിട്ട് അച്ചടിച്ചു. അങ്ങനെ എല്ലാവർക്കും കിട്ടി. ആദ്യം അതിൻ്റെ മേന്മകൾ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും അതിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ഉള്ള ഭാഷാന്തരം ചെയ്യാൻ പറ്റി. മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു. ഈ അറബി എന്ന വളരെ ശുഷ്കമായ സംസ്കാരമുള്ള, വളരെ ശുഷ്കമായ ജീവിത രീതികളുള്ള, വളരെ ശുക്തമായ കൃഷി സംവിധാനങ്ങളുള്ള, പിന്നെ അതേപോലെ വ്യാവസായികമായിട്ടും കൈത്തറിയും മറ്റൊക്കെ വളരെ വളരെ ശുഷ്കമായിരുന്ന ഒരു സമൂഹത്തിൻ്റെ ഭാഷ. ആ ഭാഷയിൽ വന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രാകൃതമാണ്. ആ പ്രാകൃതമായ ഭാഷക്ക് ഒരിക്കലും ഒരു ആധുനിക കാലഘട്ടത്തിൽ നിലനിൽക്കാൻ അതിന് സാധ്യമല്ല. നിങ്ങൾ തന്നെ നോക്കുക, ഈ അറബി ഭാഷയിൽ നിങ്ങൾക്ക് ഉള്ള അത് മറ്റേതെങ്കിലും ഭാഷയിൽ ഷഹാദത്ത് കലിമ ചെല്ലാൻ പറ്റുമോ? മറ്റേതെങ്കിലും ഭാഷയിൽ നിങ്ങൾക്ക് ബാങ്ക് കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ കളിയാക്കില്ല ആൾക്കാർ. കാരണം പിന്നെ ഒന്ന് നോക്കിയാൽ ആ ബാങ്കിൻ്റെ ആദ്യത്തെ 2 വാചകങ്ങൾ നിങ്ങൾ നോക്കിയാൽ എന്തൊരു സാധാരണ അന്തസ്സും സംസ്കാരവും സത്യസന്ധതയുള്ള ഒരു മനുഷ്യന് അത് ഒരിക്കലും അങ്ങനെ പ്രഖ്യാപിക്കാൻ കഴിയില്ല. അള്ളാഹു ഏകനാണെന്ന് ഞാൻ സാക്ഷിയാണ് എന്നാണ് ചോദിച്ചൊക്കെ. അള്ളാഹു ഏകനാണെന്ന് ഞാൻ സാക്ഷിയാണ്. കള്ളസാക്ഷി പറയാൻ വേറെ എവിടെയെങ്കിലും പോകണോ? ഇതല്ലേ കള്ളസാക്ഷിത്വം? അതേപോലെ അള്ളാഹു ദൈവത്തിൻ്റെ മുഹമ്മദ് ദൈവത്തിൻ്റെ ദൂതനാണെന്ന്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷിയാണ്. അതിനെന്തൊക്കെ വേണം? മുഹമ്മദ് വേണം, ഞാൻ വേണം, ദൈവം വേണം. ഈ 3 പേരും കൂടി ഉണ്ടാവുകയും ഈ ദൂതപ്പട്ടം മുഹമ്മദിന് കൊടുക്കുന്നത് കാണുകയും ചെയ്താലല്ലേ സാക്ഷിയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ അതൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഭാഷ ലോകത്തിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ പ്രാകൃത ഭാഷകൾ മാത്രമാണ്. ഈ പ്രാകൃത ഭാഷയിൽ പരിഷ്കാരം തീരെ കടന്നു ചെല്ലാത്ത ഒരു ഭാഷയിൽ മാത്രമേ അങ്ങനെ നമുക്ക് സംസാരിക്കാൻ തന്നെ കഴിയുള്ളൂ. അത് മറ്റൊരു മലയാളത്തിൽ അത് വരുന്നതോടുകൂടിയാണ് അതിൻ്റെ അപകടങ്ങൾ മനസ്സിലാകുന്നത്. അത് നമ്മളെ സംസ്കാരത്തിന് ചേരില്ല എന്ന് മനസ്സിലാണ്. അതാണ് ഇന്നിപ്പോൾ നമ്മൾ കാണുന്നതും. അതാണ് യഥാർത്ഥത്തിൽ ഈ മതപുരോഹിതന്മാരും മതത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നവരും കഷ്ടപ്പെട്ട് ശരിയാക്കാൻ നോക്കണം. ഒരിക്കലും അത് നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം മലയാളത്തിൽ നിങ്ങൾക്ക് ഈ മതത്തിന് നിലനിൽപ്പില്ല, മറ്റൊരു ഭാഷയിലില്ല. മറ്റൊരു ഭാഷയിൽ ഈ കാലത്ത് പ്രത്യേകിച്ചില്ല. ആ കാലത്ത് ഉണ്ടായിരുന്നിരിക്കാം. ഈ കാലത്ത് അതിന് നിലനിൽക്കാൻ സാധ്യമാണ് എന്ന അഭിപ്രായം എനിക്കില്ല. അത് മാറിക്കൊണ്ടിരിക്കണം, മാറണം. സ്ത്രീ വിരുദ്ധ മാഷ് ആർത്തവത്തെക്കുറിച്ച് എഴുതിയ ഒരു പുസ്തകം എനിക്ക് അയച്ചു തരികയും അത് ഞാൻ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയുണ്ടായി. ശരിക്ക് മാഷ് പറഞ്ഞ പല കാര്യങ്ങളും ഒരുപാട് വിജ്ഞാനപ്രദമാണ്, ചിന്തിക്കേണ്ടതാണ്, ഗവേഷണം ചെയ്യേണ്ടതാണ്, കണ്ടെത്തേണ്ടതാണ്, സർവോപരി പ്രചരിപ്പിക്കേണ്ടതുമാണ്. എന്നാൽ ഖുർആനിലുടനീളം ബീജത്തിൽ നിന്ന് കുട്ടിയുണ്ടാകുന്നു എന്നതല്ലാതെ അണ്ഡത്തെക്കുറിച്ചൊന്നും തന്നെ ഖുർആൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ ഖുർആൻ സ്ത്രീവിരുദ്ധമായ നിലപാടല്ലേ പല സ്ഥലങ്ങളിലും എടുത്തിട്ടുള്ളത്. സ്ത്രീ വിരുദ്ധതയാണ്.
അത് സംശയമല്ല, ചരിത്രപരമാണത്. ഉപകരണങ്ങളാണ് അതങ്ങനെ ഉണ്ടാക്കിയത്. അതായത് സ്പേം എന്നത് പണ്ടേ ഉള്ള ഒരു സാധനമാണ്. അതായത് പുരുഷ ബീജം അത് മനുഷ്യനെ കണ്ടെത്തിയിരുന്നു. അത് നടന്നത് മാത്രമേ ഗർഭം ഉണ്ടാവുള്ളൂ. അതോടുകൂടിയാണ് സ്ത്രീ ഒരു പിന്നെ കൃഷിഭൂമി ആയതും അടിമയായതും മറ്റുമൊക്കെ. അതേപോലെ തന്നെ അവൾക്ക് ആർത്തവുണ്ടെന്നും ആർത്തവം എന്ന് പറയുന്ന അപകടമാണെന്നും അതൊക്കെ വിഷാണെന്നുള്ളൊക്കെ വന്നു. നേരെ മറിച്ച് ഈ മനുഷ്യന്റെ ശാസ്ത്രത്തിന്റെ റഡാറിൽ 1827 കാൾ ഏണസ്റ്റ് വോംബെയർ എന്ന ഭ്രൂണശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ജർമ്മൻകാരനാണ് ആദ്യമായി ഈ അണ്ടമുണ്ടെന്നും അതിനൊരു പേരിട്ടത്. സ്ത്രീകൾക്ക് ഈ പുരുഷനെ അല്ലെങ്കിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിൽ ഒരു കൃത്യമായ പങ്കുണ്ട് എന്ന് അതോടുകൂടിയാണ് തെളിഞ്ഞതിനർത്ഥം. അതുവരെ പെണ്ണ് കൃഷിഭൂമി മാത്രം. പിന്നീട് ഈ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജസങ്കലനം കണ്ടെത്തിയത് 1876 ഓസ്കാർ ഹെർഡ്വിഗ് എന്ന മറ്റൊരു ജർമ്മൻ ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ ഈ മനുഷ്യ ഉൽപാദനത്തിൽ ആദ്യമായിട്ട് മനുഷ്യന് ജോലി ഉണ്ടെന്ന് വന്നത് നമ്മൾ ഈ ദൂരദർശിനി എന്ന ശാസ്ത്രീയമായ ഒരു ഉപകരണം കണ്ടെത്തിയതിന് ശേഷം മാത്രമാണ്. അതിനു മുമ്പ് അത് ഉണ്ടാവണമെന്ന് വാശി പിടിച്ചിട്ട് ഒരു കാര്യമല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം വളരെ വളരെ വലുതായിട്ട് തന്നെയാണ് പ്രകൃതി ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ നോക്കുക, ഇപ്പൊ ആധുനിക ശാസ്ത്രത്തില് പെണ്ണിന്റെ ഇൻക്യുബേഷൻ അല്ലെങ്കിൽ പെണ്ണിന്റെ ഗർഭധാരണത്തിന്റെ ദിവസങ്ങൾ കൂടുതലാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പെണ്ണിന്റെ തലച്ചോറിന് ആണിന്റെ തലച്ചോറിന്റെ ആനുപാതിക ഭാരത്തിനേക്കാളും 25% കൂടുതലാണ്. അതായത് 50 കിലോ ഉള്ള ഒരു പുരുഷനും 50 കിലോ ഉള്ള ഒരു സ്ത്രീക്കും 50 കിലോ ഉള്ള ഒരു പുരുഷന് 1 കിലോ മസ്തിഷ്കം ഉണ്ടെങ്കിൽ ആ പെണ്ണിന് 1.25 കിലോ ഉണ്ടാവും മസ്തിഷ്കം എന്നർത്ഥം. അപ്പോൾ അങ്ങനെ ഉള്ള ഈ കാലഘട്ടത്തിൽ സ്ത്രീ ഈ ഉപകരണങ്ങളുടെ മാറ്റത്തിനനുസരിച്ചുള്ള മാറ്റം വന്നില്ല എന്ന ചരിത്രപരമായ വിഡ്ഢിത്തമാണ് ഇസ്ലാം എന്നും നിലനിൽക്കുന്നു, അത് മാറാൻ പാടില്ല എന്നുള്ളത് വരുത്തുന്നത്. ഖുർആനിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സൂക്തം ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ നല്ലത് കൊണ്ടുവരുന്ന മാറ്റം വരുന്ന അതിൻ്റെ അർത്ഥം. അപ്പൊ അത്രത്തോളം അത് പുരോഗമനമാണ്, അല്ലെങ്കിൽ അതിനും മാറ്റങ്ങൾ വരുന്നുണ്ട്. മാറ്റം വരണം. മാറ്റം വന്നില്ലെങ്കിലാണ് യഥാർത്ഥത്തിൽ അത് ഇല്ലാതാവുന്നത്. അതാണ് നമ്മളെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ അല്ലെങ്കിൽ ആപേക്ഷികത സിദ്ധാന്തത്തിൻ്റെ, പൊതു ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെയും പ്രത്യേക ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെയും കാതലായ കാര്യം. അതായത് മാറ്റങ്ങൾ ഇല്ലാതെ ഒരു വസ്തുവിന് പ്രപഞ്ചത്തിൽ നിലനിൽക്കാൻ കഴിയില്ല എന്നാണ്. മാറ്റം എന്നത് അല്ലെങ്കിൽ മാറ്റത്തിൻ്റെ അളവാണ് സമയം. ഇതില്ലാതെ മാറ്റമില്ലാത്ത ഒരു വസ്തുവിന് നിലനിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായത് തന്നെ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ്. അപ്പം അതിൻ്റെ മുമ്പിന് അതൊക്കെ ആ ഗുണമൊക്കെ ഉണ്ടാവണം എന്ന് നമ്മൾ വാശി പിടിക്കരുത്. മാറ്റങ്ങൾ എന്തായാലും ഉണ്ടാവും. അത് മാറിക്കൊണ്ടേ ഇരിക്കുന്നു. മാത്രമല്ല ഈ സ്ത്രീ വിരുദ്ധത മാറിക്കൊണ്ടേയിരിക്കുന്നു. നമുക്ക് ഇപ്പൊ തന്നെ നോക്കുക, ഓരോ പുതിയ കണ്ടെത്തലും കണ്ടുപിടുത്തങ്ങളും ഒക്കെ തന്നെ സ്ത്രീയുടെ മേന്മയും സ്ത്രീയുടെ സൃഷ്ടിപരമായ പവിത്രതയും ഉത്കൃഷ്ടതയും കൂടി തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ പുരുഷ ആധിപത്യം ഉണ്ടായതിന് ശേഷമാണ് മനുഷ്യനും മനുഷ്യ സമൂഹവും ഇങ്ങനെ വൈകൃതമായത്. അതുകൊണ്ട് തന്നെ ഈ പുരുഷാധിപത്യവും പൗരുഷ ഭാവങ്ങളും ഒഴിവാക്കി മനുഷ്യൻ മാതൃഭാവങ്ങളും ശ്രൈണഭാവങ്ങളുമായ
ആർദ്രത, സ്നേഹം, ദയ, കരുണ, സാഹോദര്യം മുതലായ എല്ലാ ഗുണങ്ങളിലും തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്താതെ ഈ ലോകം തന്നെ നിലനിൽക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പുരുഷാധിപത്യം അത്രത്തോളം ഈ മനുഷ്യനെയും ഈ ജീവൻ തുടിക്കുന്ന ഏകഗൃഹമായ ഈ ഭൂമിയുടെ ഈ ഭൗമഗോളത്തിൻ്റെ ഈ തൊലിപ്പുറത്തുള്ള ജീവൻ പോലും ഒരു ഭീഷണിയായിരിക്കുകയാണ്. നമുക്ക് ഇനി മാതൃഭാവങ്ങളിലേക്ക് തിരിച്ചു പോവാതെ ഒരു രക്ഷയുമില്ല. അതിൻ്റെ ഭാഗമായി പുരുഷാധിപത്യവും പുരുഷാധിപത്യ മതങ്ങളും കുഴിച്ചു മൂടേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. നബിയുടെ മലവും മൂത്രവും മുടിയും നഖവും എന്നു വേണ്ട സകലമാന മേഖലകളിലും കടിച്ചാൽ പൊട്ടാത്ത വ്യാഖ്യാനങ്ങളും പ്രത്യേകതകളും സവിശേഷതകളുമായി ഒരു വിഭാഗം ആൾക്കാർ ധാരാളം പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ശരിക്ക് സോഷ്യൽ മീഡിയ ഡെവലപ്പ് അല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇവർ ഇസ്ലാമിനെ വികലമായ രൂപത്തിലാണ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ വൈകല്യങ്ങൾ നെഞ്ചിലേറ്റിയവരാണ് ഖുർആനിൽ ഇങ്ങനെയുണ്ട്, ഹദീസിൽ ഇങ്ങനെയുണ്ട് എന്ന് പറയുമ്പോൾ ഖുർആനിനെ വിമർശിക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ചീത്ത പറയുകയും നമ്മളെ തന്തയ്ക്ക് വിളിക്കുകയും കൊല്ലുമെന്നും വെട്ടുമെന്നും കുത്തുമെന്നും ഇല്ലാതാക്കുമെന്നും ഒക്കെ പറഞ്ഞ് കമന്റ് ഇടുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്നവർ. അത്തരത്തിൽ വികലമായ ഒരു ആശയമാണ് ഇവരുടെ ഹൃദയത്തിൽ, ഇവരുടെ തലച്ചോറിൽ കയറിയിട്ടുള്ളത്. ഇവരതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയോ വായിക്കുകയോ മനസ്സിലാക്കുകയോ കണ്ടെത്തുകയോ ചെയ്തിട്ടില്ല. മറിച്ച് ചെറുപ്പകാലങ്ങളിൽ എന്താണോ ഇസ്ലാമിനെ കുറിച്ച് അവർക്ക് കയറിയത്, അവർ മനസ്സിലാക്കിയത് അത് തന്നെയാണ് ആത്യന്തികം എന്ന് കരുതുന്നവർ. അവരതിനെ പഠിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. എന്നാൽ സോഷ്യൽ മീഡിയ ഇന്ന് ഇത്രയും പ്രചാരത്തിലെത്തിയതോടുകൂടി ഇസ്ലാമിന് കാലിടറുന്നുണ്ടോ? ഇസ്ലാമിന്റെ സാഹചര്യം പരിതാപകരമാകുന്നുണ്ടോ? ഇസ്ലാമിൻ്റെ ഭാവി എന്നാണ് നമുക്കറിയാം. ഇപ്പോൾ ഒരു പരിതാപകരമായ അവസ്ഥയിലാണ് അത് ഇരിക്കുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അത് ഒരിക്കലും നശിപ്പിക്കേണ്ടതില്ല, അത് നഷ്ടപ്പെടേണ്ടതില്ല. അതിലും എത്രയോ നന്മകളുണ്ട്. ആ നന്മകളെല്ലാം നമ്മൾ എടുക്കണം. അതാണ് പൊതു ആപേക്ഷികത വീക്ഷണം അനുസരിച്ച് അതിലുള്ള എല്ലാ നന്മകളും നമ്മൾ നെഞ്ചിലേറ്റണം. തിന്മകൾ നമ്മൾ ഒഴിവാക്കുകയും വേണം. തിന്മകൾ നമുക്ക് ആവശ്യമില്ല, നന്മകൾ മുഴുവൻ നമ്മളെടുത്ത് ആ സമൂഹത്തിന് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. എങ്ങനെയാണ് എന്താ തിന്മ? മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാക്കുന്ന അതൊക്കെ തിന്മയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് അയാൾക്ക് സ്വർഗം കിട്ടണം, ആയിക്കോട്ടെ, ഒരു വിരോധമല്ല, ഒരു പ്രാവശ്യമല്ല, 5 പ്രാവശ്യമല്ല, എത്ര പ്രാവശ്യം അയാൾ നിസ്കരിച്ചോട്ടെ, അത് അയാളുടെ സ്വന്തം ഇഷ്ടമായിട്ട് കണക്കാക്കണം. പക്ഷേ അതൊരിക്കലും മറ്റൊരാളുടെ മേല് അല്ലെങ്കിൽ മറ്റ് ഒന്നിച്ചിട്ടുള്ള നമ്മുടെ പൊതുവായ സോഷ്യലായിട്ടുള്ള കാര്യങ്ങളിൽ അത് ഇടപെടാൻ പാടില്ല. അങ്ങനെ മതത്തിന് പൂർണ്ണമായിട്ടും നിലനിൽക്കാനുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുക്കണം. അതിൽ അവർക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടോ അതൊക്കെ പഠിച്ചോട്ടെ, അതിനൊക്കെ പിന്നെ വികാസങ്ങൾ ഉണ്ടായിക്കോട്ടെ. പക്ഷെ അതൊരിക്കലും മറ്റൊരാൾക്ക് ഉള്ള സ്വാതന്ത്ര്യത്തെയോ മറ്റൊരാളുടെ അവകാശത്തെയോ നമ്മൾ ആസ്വദിക്കുന്ന അവകാശത്തെ, നമ്മൾ ആസ്വദിക്കുന്ന പോലുള്ള ഒരു അവകാശം അയാൾ മറ്റുള്ള എല്ലാ ഓരോ പൗരനും ഒരു പീഡ മറ്റൊരാൾക്കും വരുത്താത്ത രീതിയിൽ ഇസ്ലാമിന് നിലനിൽക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇതുവരെ ഇപ്പം അതില്ല എന്നുള്ളത് അംഗീകരിച്ചു. എന്തായാലും ഇനി അതിനില്ലെങ്കിൽ അതിന് നിലനിൽക്കാൻ കഴിയില്ല. കാരണം ഈ സോഷ്യൽ മീഡിയ എല്ലാ മറച്ചു വെച്ച അല്ലെങ്കിൽ മുഖംമൂടി ധരിഞ്ഞ ഇതിൻ്റെയൊക്കെ മുഖംമൂടി പറത്തി കളയുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ ശാസ്ത്രീയമായി അതിനെ പരിഷ്കരിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അതിനെ പിന്നെ എന്താ നവോത്ഥാനം ഒരു അത്യാവശ്യമായിരിക്കുന്നു. ഇല്ലെങ്കിൽ ഒരു ഇസ്ലാമിക വിപ്ലവം തന്നെ, ഈ ഇസ്ലാമിക വിപ്ലവം തന്നെ ആൾക്കാരെ കൊന്നിട്ടുള്ളതല്ല, ഭൗതികമായൊരു വിപ്ലവം. അതായത് ഇസ്ലാമിന് നിലനിൽക്കാൻ പറ്റുന്ന രീതിയിൽ മറ്റുള്ള എല്ലാ മതങ്ങളോടൊപ്പം നിലനിൽക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ മാറ്റാത്തിടത്തോളം കാലം ഈ സെമറ്റിക് റിലിജനൊക്കെ തന്നെ
അവരെ സംബന്ധിച്ചിടത്തോളം അവരല്ലാതെ മറ്റാരും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. എല്ലാം സെമറ്റിക് റിലീജിയൻസും അത് പറയുന്നുണ്ട്. അങ്ങനെ അല്ലാത്തപ്പോൾ നേരെ മറിച്ച് പൗരസ്ത്യ മതങ്ങൾക്കും അങ്ങനെ ഒന്നുമില്ല. അവനാൻ സ്വന്തം നന്നാവുക, അത് നിലനിൽക്കുക എന്നുള്ളതിനും അല്ലാതെ അതിനൊരിക്കലും മറ്റുള്ളവർ നന്നാവരുത് എന്ന് മറ്റുള്ളവർ ഉണ്ടാവാൻ പാടില്ല. ആ രീതിയിലേക്ക് ഒരു മതേതര ബോധത്തിലേക്ക് ഇസ്ലാമിന് വരാതെ ഇസ്ലാമിന് നിലനിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മതേതര ഇസ്ലാമിനെ ഇനി നിലനിൽക്കാൻ കഴിയുള്ളൂ. അതിന് പറ്റിയ രീതിയിൽ അതിനെ പൊളിച്ചെഴുതണം. അതിൻ്റെ അലകും പിടിയും വേണമെങ്കിൽ മാറ്റണം. അതിൽ ഖുർആനിലും ഹദീസിലുള്ള നന്മകളൊക്കെ നന്മകൾ എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മറ്റുള്ളവർക്ക് അപകടം ഇല്ലാതെ നമുക്ക് അനുഷ്ഠിക്കാൻ കഴിയുന്ന എല്ലാം അംഗീകരിക്കണം. മറ്റുള്ളവർക്ക് അപകടമുള്ളതൊക്കെ നമ്മൾ ഒഴിവാക്കുക, തിരസ്കരിക്കുകയോ ചെയ്യണം. അങ്ങനെ ഇസ്ലാം ഇനിയെങ്കിലും മാറാൻ തുടങ്ങണം. അതായത് മാറ്റം ഇല്ലെങ്കിൽ ആ വസ്തു തന്നെ നിലനിൽക്കുന്നില്ല എന്നാണ് പൊതു ആപേക്ഷികതാ സിദ്ധാന്തം പറയുന്നത്. അത് ഇതിലും നമ്മൾ നോക്കണം. കാരണം നിങ്ങൾ എപ്പോൾ തന്നെ നോക്കുക, എന്താണ് ഇസ്ലാമിക ലോകത്തെ യുവതയുടെയൊക്കെ അവസ്ഥ. ഈ കാലത്ത് ശാസ്ത്രം ഇത്രത്തോളം പുരോഗമിച്ചിട്ടും അതേപോലെ തന്നെ ഈ പ്രകൃതിയിൽ ഇത്രത്തോളം വിഭവങ്ങൾ ഉണ്ടായിട്ടും ഈ വൈഭവങ്ങളൊന്നും ഉപയോഗിക്കാതെ അന്യോന്യം കൊല്ലലും കൊലവിളിക്കലും പിന്നെ ഇവിടെ യാതൊരു രക്ഷയില്ല എന്നുള്ളതുകൊണ്ട് സ്വർഗത്തിൽ അത് കിട്ടും വിചാരിച്ചിട്ട് വേണ്ടാത്തത് ചെയ്യലും എന്നുള്ളതൊക്കെ എന്തൊരു വഷളത്തരാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമുക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമില്ലേ? നമുക്കും ഇവിടെ സുഖമായിട്ട് ജീവിച്ചൂടെ? ഇവിടെയുള്ള സൂര്യപ്രകാശം തന്നെ ബുദ്ധിപൂർവം കൊയ്താൽ നമുക്ക് ജീവിക്കാനുള്ള സ്വത്തായില്ലേ? അത്രത്തോളം ജീവിക്കാനുള്ളതെല്ലാം, അതായത് ഈ സൂര്യപ്രകാശം കൊയ്യാൻ ഈ പച്ചിലകളെ അനുവദിച്ചാൽ മാത്രം മതി നമുക്ക് ജീവിക്കാനുള്ള ഊർജം കിട്ടാനായിട്ട്. അത് എത്ര 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 ഇരട്ടി നമുക്കൊരു മനുഷ്യൻ ഉണ്ടാക്കാൻ കഴിയും. അത്ര സുന്ദരമായ ഒരു ലോകത്ത് ഇങ്ങനെ അടിപിടിയുടെയൊക്കെ പോകണോ? ഇങ്ങനെ നമ്മൾ ലോകത്തെ നശിപ്പിക്കാനായിട്ട് ഇറങ്ങണോ എന്നുള്ളത് നമ്മൾ തന്നെ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. എട്ടാമതായിട്ടുള്ളത്, മാഷിനെ കേട്ടിടത്തോളം നമുക്ക് മനസ്സിലായല്ലോ, മാഷ് മൈൽഡായിട്ട് പോകുന്ന ഒരു രീതിക്കാരനാണ്. മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ ഹനിക്കാനോ അവഹേളിക്കാനോ മറ്റുള്ളവരുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുകയോ ഒന്നും ചെയ്യുന്ന ആളല്ല. മറിച്ച് സാമൂഹികമായ ഒരു തരത്തിലുള്ള ദ്രോഹവും ഇല്ലാത്ത രൂപത്തിൽ ആർക്കും എന്ത് തരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും വെച്ചു പുലർത്തുന്നതിൽ തെറ്റില്ല എന്നാണ് മാഷിന്റെ പക്ഷം. അപ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത്, മാഷിന് സ്വർഗം, നരകം, പരലോകം, ഖബറ് തുടങ്ങിയ വിഷയങ്ങളിൽ താങ്കളുടെ വീക്ഷണം എന്താണ്? എട്ടാമതായിട്ടുള്ളത് പരലോകം, സ്വർഗം, നരകം. എന്താ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയാം. ചരിത്രപരമായ ഓരോ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഓരോ രീതിയാണത്. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയുന്നത്, ഓരോ കാലഘട്ടത്തിലെ ഏറ്റവും വിഷമുള്ള കാര്യങ്ങൾ എന്താണോ അങ്ങനെ അതൊക്കെയാണ് നരകത്തിലുള്ളത്. അവിടെ ഭയങ്കര ചൂടായിരുന്നു അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ടാണ് നരകം പിന്നെ ചൂടും അല്ലെങ്കിൽ തീയും ആയത്. അതേപോലെ തന്നെ അവിടെ സ്വർഗം എന്ന് പറയുന്നത് വളരെ ശീതളമായ നല്ല തേനും പാലും ഒഴുകുന്ന സ്ഥലം. അത് നമ്മളിവിടെയൊക്കെ ശീതളം തന്നെ അങ്ങനെ ആക്കാനും കഴിയും. അതും അവിടെ ആക്കാൻ കഴിയുന്നതാണ് ഇന്നിപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. മരുഭൂമികളൊക്കെ തന്നെ ചൈനക്കാർ ഇപ്പോൾ മരുപ്പച്ചല്ല യഥാർത്ഥ വനങ്ങളാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കൃഷിഭൂമികളാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതിനൊക്കെ അവർ ഉപയോഗിക്കുന്ന ആധുനിക ശാസ്ത്രവും അവരുടെ അധ്വാനവുമാണ്. എങ്ങനെ അധ്വാനം കൊണ്ട് കൃഷി കൊണ്ട് എങ്ങനെ നമ്മൾ മരുഭൂമി ഉണ്ടാക്കിയോ അതേപോലെ തന്നെ തിരിച്ചും ഉണ്ടാക്കാൻ കഴിയും എന്നിപ്പോൾ ചൈനക്കാർ തെളിയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവർ 1930 തന്നെ അവരുടെ വളരെ വ്യാപകമായ മരുഭൂമികളൊക്കെ ഇല്ലാതാക്കി അവിടെ പിന്നെ ശരിക്കും കാടോ അല്ലെങ്കിൽ കൃഷിഭൂമിയോ ആക്കിക്കൊണ്ടിരിക്കുന്നു. അതേ രീതിയിൽ നമ്മളും തിരിച്ചാക്കണം. അതാവും. അങ്ങനെ അതിന് നമ്മൾ ഒരുങ്ങണം. അതിന് പറ്റിയ രീതിയിൽ ഇതുവരെയുള്ള ശാസ്ത്രവും നമ്മളെ വിജ്ഞാനവും ഒക്കെ ഉപയോഗിച്ച് അന്യോന്യം സ്നേഹിക്കുന്ന, അന്യൻ്റെ ശബ്ദം
സംഗീതം പോലെ ആസ്വദിക്കുന്ന ഒരു തലമുറ എന്തായാലും ഉണ്ടാവാൻ കഴിയും. അതിനുള്ളതെല്ലാം ഇവിടെ ഉണ്ട്. അത് ദൈവം തന്നു എന്ന് പറയാം, പ്രകൃതി തന്നു എന്ന് പറയാം, എന്ത് പറഞ്ഞാലും അങ്ങനെ ഒന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി ബുദ്ധിപൂർവം നീങ്ങണം, വിവേകപൂർവം നീങ്ങണം എന്നാണ് എനിക്ക്. ഖുർആൻ പോലെ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ യുക്തിവാദികൾക്ക് സാധിക്കുമോ എന്ന് ചോദിക്കുന്ന ചെറുതു മുതൽ വലുതുവരെ ഒരുപാട് ആൾക്കാരുടെ വെല്ലുവിളികൾ നമുക്ക് മീഡിയകളിൽ കാണാൻ സാധിക്കും. മാറ്റമില്ലാതെ എക്കാലത്തേക്കും പിന്തുടരപ്പെടേണ്ടുന്ന മാർഗദർശിയായ ഒരു ഗ്രന്ഥമാണത്രേ ഖുർആൻ. ശരിക്കു പറഞ്ഞാൽ ഖുർആൻ തന്നെ മാറ്റപ്പെട്ടിട്ടില്ലേ? ആർക്കും മനസ്സിലാകാത്ത, വിവർത്തനം ചെയ്യാൻ ഒരുപാട് പ്രയാസമുള്ള ഒരു അറബി ഭാഷയിലേക്കാണ് ഈ ഖുർആൻ ഇറക്കിയിരിക്കുന്നത്. ഖുർആൻ ശരിക്കും മാറിയിട്ടുണ്ടോ? മാറുമോ? മാറ്റമുള്ളതാണോ നമ്മൾ പിൻപറ്റേണ്ടത്, അതോ മാറ്റമില്ലാത്തതാണോ നമ്മൾ മുറുകെ പിടിക്കേണ്ടത്? അറബി ഭാഷ ശാസ്ത്രീയമാകുന്നതോടുകൂടി തന്നെ ഖുർആന്റെ കാര്യം ഒരു നിലയ്ക്കാവും. അറബി ഭാഷയിൽ ശാസ്ത്രം പഠിക്കാൻ തുടങ്ങുന്നതോടുകൂടി തന്നെ എത്ര കണ്ട് അശാസ്ത്രീയമാണ് ഭാഷയെന്നും എത്ര കണ്ട് അശാസ്ത്രീയമാണ് ആ ഭാഷയിലുണ്ടായിരുന്ന മുൻകൃതികളെന്നും അതിന് യഥാർത്ഥത്തിൽ ഒരു ശാസ്ത്രീയമായ ഒരു ആയുധത്തിന് വേണ്ട, ഭാഷയ്ക്ക് വേണ്ട, ശരിക്കും പറയുകയാണെങ്കിൽ കൺസിസ്റ്റൻസി, അതേ റിലയബിലിറ്റി, അതേപോലെ പിന്നെ ആധികാരികത, ഈ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഭാഷയാണ് യഥാർത്ഥത്തിൽ അറബി. അതിന് ആ കാലത്ത് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അത് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് വളർന്നു വരുന്നേ ഉള്ളൂ. അതിന് യഥാർത്ഥത്തിൽ ഹർക്കത്ത് പോലും ഉണ്ടായിരുന്നില്ല, വ്യഞ്ജനങ്ങൾ ഉണ്ടായിരുന്നില്ല. എഴുതുന്നത് അവർക്ക് വായിക്കാൻ അറിയായിരുന്നു, അത് വായിച്ചാൽ മാറുമില്ലായിരുന്നു. പക്ഷേ പിന്നീട് സങ്കീർണമായതോടുകൂടിയാണ് ഹർക്കത്തുകൾ വേണ്ടി വന്നത്. ആ ഹർക്കത്തുകൾ ഇട്ടാണ് നമ്മളത് നമുക്ക് ഇവിടെ ഇപ്പോൾ ഖുർആൻ കിട്ടുന്നത്. അങ്ങനെയല്ല, ഇന്നത്തെ ഭാഷയിലല്ല യഥാർത്ഥത്തിൽ ഖുർആൻ ഇറങ്ങിയത്. അന്ന് പ്രാകൃതമായ എഴുത്തും ഇന്നത്തെ പോലെ വികസിത രൂപമായ ഒരു ഭാഷയായിരുന്നില്ല അന്ന് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഖുർആനിൽ 8-ാം നൂറ്റാണ്ടോടുകൂടിയാണ് ഹർക്കത്തുകളൊക്കെ വന്ന് ഈ രൂപത്തിലേക്കുള്ളത് വന്നത്. ആദ്യം എഴുതിയത് ഈ ഹർക്കത്തൊന്നും ഇല്ലാതെയാണ്. അപ്പോൾ ഹർക്കത്ത് ഇടുന്നതോടുകൂടി തന്നെ അത് മാറിയില്ലേ? മാറാതിരുന്നു, അതിന് മാറ്റമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ തെറ്റല്ലേ? ആ ഹർക്കത്ത് വന്നതോടുകൂടി തന്നെ മാറ്റം വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പടർച്ചയെക്കുറിച്ചൊന്നും പറയാതിരിക്കുകയാണ് നല്ലത്. അതിന് ശാസ്ത്രീയമായിട്ട് നിലനിൽക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അത് നിലനിൽക്കും. ശാസ്ത്രീയമായിട്ട് ഉള്ള യാതൊരു സാധ്യതകളും അതിനില്ല. അതായത് അതിന് എന്തൊക്കെയാ ഞാനിപ്പോൾ മറന്നുപോയി. എന്തായാലും ശാസ്ത്രത്തിന് ടൂൾസിന് വേണ്ട കുറേ നിയമങ്ങളുണ്ട്. കൺസിസ്റ്റൻസി, അതേപോലെ റിലയബിലിറ്റി, പിന്നെ ട്രൂത്ത് വർത്തിനെസ്, ഇങ്ങനെയുള്ളതൊക്കെ അതിനുണ്ടോയെന്ന് നോക്കുക. അതുപോലെ എൻ്റെ അഭിപ്രായത്തിൽ അതിന് സാധ്യത വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ കടലാസും അച്ചടിയും വന്നതോടുകൂടി തന്നെ പിന്നെ അതിൻ്റെ ഈ കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രീയമാണെങ്കിൽ അത് നിലനിൽക്കും, ശാസ്ത്രീയമല്ലെങ്കിൽ അത് സ്വാഭാവികമായ മരണത്തിലേക്ക് കൂപ്പുകുത്തും. അതിനെ അനുവദിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഒരു വലിയ ജനതക്ക് കുറേ കാലം ജീവിക്കാനുള്ള പല സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താണ്. അതിലുള്ള സാംസ്കാരികമായിട്ട് അതിന് നിലനിൽക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അത് നിലനിൽക്കട്ടെ എന്നുള്ളതേ എനിക്ക് പറയാനുള്ളൂ. ആ സ്വഭാവം അനുസരിച്ച് ലോട്ടറി ടിക്കറ്റാണ് യഥാർത്ഥത്തിൽ മതങ്ങളിൽ നിന്നൊക്കെ പറയുന്നത്. അതിങ്ങനെ ചെയ്താൽ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ലോട്ടറി ടിക്കറ്റ് കിട്ടുമോ? ഇതൊരിക്കലും കിട്ടാത്ത ഒരു ലോട്ടറിയാണ് ഈ ജീവിതത്തിൽ. ഇനി പരലോകത്തിൽ കിട്ടുമെന്ന് അവർ ചെന്ന് നോക്കിയിട്ട് നമുക്ക് പറയാം. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ആ ലോട്ടറിക്കൊന്നും യാതൊരു താല്പര്യമില്ല. അങ്ങനെ ഒരു ലോട്ടറി അടിക്കേണ്ട കാര്യമില്ല. എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ വേണ്ടതാണ്. ഞാൻ
കാരശ്ശേരി പറഞ്ഞ ആ സ്ഥലത്താണുള്ളത്. അതായത് എനിക്ക് അങ്ങനത്തെ ഒരു ഇവിടെയുള്ള ബാക്കിയുള്ള എല്ലാ മനുഷ്യർക്കും അങ്ങനെ ഒന്ന് കിട്ടിയാൽ എനിക്ക് വളരെ സന്തോഷം. എനിക്കിനി അതൊന്നും കിട്ടിയില്ലെന്ന് തിരക്കല്ല. എന്തായാലും ഇങ്ങനെയുള്ള ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പുച്ഛമായേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സാധനം എനിക്ക് വേണ്ട. അത്രേ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ. ആ സ്വഭാവം ഒരു മതരഹിതൻ എന്ന നിലയ്ക്ക് താങ്കൾ സമൂഹത്തിന് എന്തെങ്കിലും തരത്തിൽ താങ്കളുടെ അറിവുകൾ പകർന്നു നൽകാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, താങ്കൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ച് എക്സ്പെഷ്യലി കിട്ടിയ ഒരു ചാൻസിൽ പൊതുസമൂഹത്തോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, മതത്തെക്കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാ ഇത് കേൾക്കുന്നവർ നിങ്ങളെ മനസാക്ഷിയെ ഒരിക്കലും നിങ്ങൾ വഞ്ചിക്കരുത്. ആ നിങ്ങളെ പിന്നെ രണ്ടാമതായിട്ട് പറയാനുള്ളത്, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ മറ്റൊരാളും അതേ കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമാണെങ്കിൽ അതാണ് ചെയ്യേണ്ടത് എന്നതാണ്. അതായത് മറ്റൊരാൾക്ക് പീഡ വരുത്തുന്ന ഒരു കാര്യം ചെയ്യരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ ആരും ബലാത്സംഗം ചെയ്യണ്ടെങ്കിൽ നിങ്ങളെ കുഞ്ഞിനെയും നിങ്ങൾ മറ്റൊരാളുടെ കുഞ്ഞിനെയും ബലാത്സംഗം ചെയ്യരുത് എന്ന് തന്നെ പറയണം എന്നർത്ഥം. മറ്റുള്ളവരതൊക്കെ നമുക്ക് ചെയ്യാം, നമ്മുടേത് പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നൊന്ന്, നമ്മൾക്കെല്ലാവരും സോദരത്വേന വാഴുന്ന ഒരു കിളിക്കൂട് പോലുള്ള ഒരു ലോകമായിട്ട് ഈ ഭൂമി ഉണ്ടാക്കണം. അതിന് നമ്മളാൽ കഴിയുന്നത് ചെയ്യണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, പരമാവധി നമ്മൾ മറ്റുള്ളവരാളെ ഉപദ്രവിക്കാതിരിക്കുക. ഒരാൾക്ക് ഒരു നേരത്തെ ആഹാരം, ഒരു നേരത്തെ വെള്ളം, ദാഹിക്കുന്ന ഒരാൾക്ക് വെള്ളം, വിശക്കുന്ന ഒരാൾക്ക് ഒരു നേരത്തെ ആഹാരം, എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്താൽ തന്നെ നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ള, മതത്തെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഞാൻ എപ്പോഴും ഒരു വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരു കണക്ക് മാഷാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ ഈ കണക്കിൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചിട്ട് തന്നെ ആദ്യം പറയാം. അത് ഈ കണക്ക് പഠിപ്പിക്കുന്നത് തന്നെ തെറ്റാണെന്ന് പറയുന്ന ആളാണ് ഞാൻ. കണക്ക് കുട്ടി സ്വയം പഠിക്കുക, സ്വയം സ്വാംശീകരിക്കുകയാണ് വേണ്ടത്. അതിന് കളികളാണ് ഏറ്റവും ബേസിക്കായിട്ട് വേണ്ടത്. ഇപ്പോൾ ചൈനയിൽ നടക്കുന്നത് അതാണ്. ചൈനയിൽ അവർ ഒരു ഡിസ്കവറി മെത്തേഡ് എന്നാണ് പറയുന്നത്, ഒന്നും പഠിപ്പിക്കില്ല. അതിന് പറ്റിയ രീതിയിലുള്ള കളികൾ, കേളികൾ അല്ലെങ്കിൽ അവസരങ്ങൾ സൃഷ്ടിക്കലാണ് അധ്യാപകൻ്റെ അവിടെ ജോലി. പിന്നെ ഞാനൊരു യൂട്യൂബ് ഇപ്പോൾ നടത്തുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കാണാം. യൂട്യൂബിൽ പറയുന്ന കാര്യങ്ങൾ ആകെ കോവിഡിനെ കുറിച്ചാണ്. ഒരു പ്രത്യേകമായിട്ടുള്ള വ്യത്യസ്തമായൊരു എൻ്റെ ചിന്ത ഞാൻ അവതരിപ്പിച്ചത് 37 ചെറിയ ചെറിയ എപ്പിസോഡുകളായിട്ട് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ രാഷ്ട്രീയം എനിക്ക് വലിയ താല്പര്യമുള്ള ഒരു കാര്യമാണ്. അതായത് സാമൂഹ്യം, ഭരണഘടന പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ. അങ്ങനെ ശരിക്കും നമ്മളെ ഇന്ത്യൻ ഭരണഘടനയൊക്കെ നമ്മളെ എത്ര കണ്ട് വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അത് 50ഓളം എപ്പിസോഡുകൾ അതിലിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ 46ഓളം എപ്പിസോഡുകൾ മതത്തിൻ്റെ കാര്യത്തെ കുറിച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ട് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. അതായത് ഇന്നത്തെ വിദ്യാഭ്യാസം ബ്രിട്ടീഷുകാരന് അവരുടെ പ്രജകൾക്ക് വേണ്ടി, പ്രജകളിൽ നിന്ന് കുറച്ച് ആൾക്കാരെ എടുത്തിട്ട് പ്രജകളെ ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വിദ്യാഭ്യാസം ഇന്നും തുടരുന്നത് അബദ്ധമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ബ്രിട്ടീഷുകാർ പോയിട്ടും ഒരു പൗരനായിട്ടും ഈ രാജ്യത്തെ ഭരിക്കാനും രാജ്യത്തെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം, അവകാശവും കിട്ടിയ ഒരു പൗരനെ വാർത്തെടുക്കാൻ ഈ വിദ്യാഭ്യാസം പറ്റില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. പിന്നെ അടുത്തതായിട്ടുള്ളത്, ഇതിനൊക്കെ യഥാർത്ഥത്തിൽ സ്ത്രീകൾക്കാണ് യഥാർത്ഥത്തിൽ ഈ ലോകം ഭരിക്കാനും ലോകത്തിനെ നിയന്ത്രിക്കാനും ലോകത്തിനെ പരിചരിക്കാനുള്ള അവകാശം പ്രകൃതി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ
സ്ത്രീകൾ കാര്യങ്ങൾ മുന്നോട്ട് വരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആർത്തവത്തെ കുറിച്ചിട്ട് ഒരു ഇത് 49 എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട്. അതും ഇതിൽ തന്നെ ഉണ്ട്. പിന്നെ അടുത്തതായിട്ടുള്ളത് ആരോഗ്യത്തെ കുറിച്ചിട്ട് 20 ചെയ്തിട്ടുണ്ട്. പിന്നെ കൃഷിയെ കുറിച്ചിട്ട് 3 ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വ്യക്തിപരമായി എൻ്റെ അനുഭവങ്ങൾ, ഞാനൊരു തികച്ചും വ്യത്യസ്തനായ ഒരു മനുഷ്യനായിട്ട് ആ ചെറുപ്പം മുതൽ 3.5 വയസ്സിൽ ഞാൻ സൗദി അറേബ്യയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ വാപ്പ എന്നെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചതാണ്. ഭാഗ്യത്തിന് എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നു മാത്രം. അല്ലെങ്കിൽ ഞാൻ അവിടെ ഏതെങ്കിലും വലിയ പിന്നെ മൂല്യരായിട്ടോ അല്ലെങ്കിൽ ഒക്കെ കഴിയേണ്ട ഒരു മനുഷ്യനാണ്. എൻ്റെ കൂടെ എന്നെ കൊണ്ടുപോകാൻ പോയിരുന്ന എന്നെ കൊണ്ടായ അദ്ദേഹം ഇപ്പോൾ അടുത്ത കാലത്താണ് അവിടെ മരിച്ചത്. മരിക്കുമ്പോൾ അദ്ദേഹത്തിന് കോടിയുടെ സ്വത്തുണ്ടായിരുന്നു. 29ഓളം മക്കളുണ്ടായിരുന്നു. 9 10 കല്യാണം അദ്ദേഹം കഴിച്ചിരുന്നു. അങ്ങനെ ഒരു വലിയ ഷെയ്ക്കായിട്ട് ജീവിക്കേണ്ട ഇത് ഞാനിപ്പോൾ ഇവിടെ സാധാരണ സുന്ദരനായിട്ട് മനുഷ്യനായിട്ട് സുഖമായിട്ട് ഇവിടെ നടക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, സുജീവനം എന്ന എൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിൽ ക്രമ നമ്പർ 1 മുതൽ 149 വരെയാണ്. അത് കഴിഞ്ഞിട്ട് സുജീവനം എന്നടിച്ചിട്ട് ക്രമ നമ്പർ അടിച്ചാൽ പിന്നീട് ഒരു ഡാഷ് വരും. പിന്നെ മാത്രമല്ല അതിൽ ഒരു അക്ഷരം വരും. ഈ സി എന്ന് പറഞ്ഞാൽ കോവിഡ്, പി എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സ്, ആർ എന്ന് പറഞ്ഞാൽ മതം റിലിജൻ, ഇ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ, എം എന്നത് പിന്നെ മെൻസ്ട്രേഷനെ കുറിച്ചിട്ടുള്ളതാണ്, അതായത് ആർത്തവത്തെ കുറിച്ചിട്ടുള്ളതാണ്. എച്ച് എന്ന് പറഞ്ഞത് ആരോഗ്യത്തെ കുറിച്ചുള്ളതാണ്. എ എന്ന് പറഞ്ഞാൽ കൃഷിയെ കുറിച്ചുള്ളതാണ്. ഐ എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായതാണ്. ഇങ്ങനെയുള്ള അപ്പോൾ സുജീവനം എന്നടിച്ച് ഒരു ഏതെങ്കിലും ഒരു 1 മുതൽ 149 വരെ ഉണ്ട്. അതിൽ 1 ക്രമ നമ്പർ നോക്കിയാൽ പിന്നെ ഒരു ഡാഷ് ഇട്ടിട്ട് പിന്നെ അതിൽ ഏതാണ് മേഖല എന്നുള്ളത് കാണും. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണാം. കോവിഡിനെ കുറിച്ചിട്ടുണ്ട്, രാഷ്ട്രീയമുണ്ട്, മതമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, പിന്നെ ആർത്തവം അല്ലെങ്കിൽ സ്ത്രീകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്, ആരോഗ്യമുണ്ട്, കൃഷിയുണ്ട്. കൃഷി വളരെ കുറച്ചുള്ളൂ, 3 ഉള്ളൂ. അപ്പോൾ എന്തായാലും അത് നിങ്ങൾ കാണുക. ഈ പലതും ഇത്രയും കൂടുതൽ എണ്ണി നോക്കിയാൽ ഉണ്ടാവില്ല. 149 ഇതുവരെ ഇട്ടിട്ടുള്ളൂ. സൗകര്യമുള്ളവർക്ക് കാണാം. കണ്ടിട്ട് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് പ്രതികരിക്കാം, മറുപടി പറയാം, എന്നോട് അതിനെക്കുറിച്ചിട്ട് അഭിപ്രായം പറയാം. അഭിപ്രായം പറയുന്നതിന് വളരെ അധികം നന്ദി ഉണ്ടാകും. കാരണം എൻ്റെ ചിന്തകളൊക്കെ തന്നെ ശരിയാണെന്നും അത് തന്നെ വേണമെന്നുള്ള വാശിയൊന്നും എനിക്കില്ല. അത് പരിഷ്കരിക്കപ്പെടണം, നന്നാവണം. അതിന് കൂടുതൽ ആൾക്കാരുടെ അഭിപ്രായം ഉണ്ടാവണം. തെറ്റാണെങ്കിൽ അത് നിർബന്ധമായിട്ടും എന്നോട് സ്നേഹമുണ്ടെങ്കിൽ പറയണം എന്ന് അഭിപ്രായപ്പെടുന്നു. ഖുർആൻ പണ്ഡിതനായ അബ്ദുൽ ഗഫാർ മൗലവിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ജീവൻ ടിവിയിലൂടെ ആണെന്ന് തോന്നുന്നു ജനങ്ങളെ പറ്റിച്ച് പണമുണ്ടാക്കിയ, പണ്ഡിത വേഷം ധരിച്ച് എങ്ങനെ ആളെ പറ്റിച്ച് പണമുണ്ടാക്കാം എന്ന് പ്രാവർത്തികമാക്കി തന്ന തിരുവനന്തപുരം ജില്ലയിലെ പാളയം പള്ളിയിലെ ഇമാമായിരിക്കുകയും മണക്കാട് വലിയ പള്ളിയിൽ പിന്നീട് സേവനമനുഷ്ഠിക്കുകയും ചെയ്ത ഏതാണ്ട് പത്തനംതിട്ട ജില്ലക്കാരനോ കൊല്ലം ജില്ലക്കാരനോ മറ്റോ ആണ്. പത്തനാപുരംകാരനാണ്, അപ്പൊ കൊല്ലം ജില്ല അദ്ദേഹം. കാരണം അദ്ദേഹം എൻ്റെ സിസ്റ്ററിന്റെ ഭർത്താവാണ്. അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നത്. അന്ന് എൻ്റെ സഹോദരിയുടെ ഭർത്താവ് തിരുവനന്തപുരം പാളയം പള്ളിയിൽ ജോലി ചെയ്യുകയായിരുന്നു. അപ്പോ പോട്ടെ, എന്ത് തന്നെ ആയാലും ശരി, അദ്ദേഹം ജനങ്ങളെ പറ്റിച്ചത് എങ്ങനെയാണ്? ഉസ്താദെ, എനിക്ക് പെൺമക്കളുണ്ട്, അവരെ കെട്ടിക്കാൻ ഒരു നിവൃത്തിയുമില്ല, ഭർത്താവ് മരണപ്പെട്ടു പോയി. അവരോട് പറഞ്ഞു കൊടുക്കുന്നതാണ് 14-ാം അധ്യായം ഇന്ന സൂറത്ത് ഇത്രാമത്തെ വാചകം ഇത്ര തവണ നിങ്ങൾ പാരായണം ചെയ്താൽ മതി, നിങ്ങളുടെ കുട്ടിയുടെ വിവാഹം നടക്കും. റോസാ ചെടി വളരാൻ ചില ആൾക്കാർക്ക് പീരിയഡ്സ് നിൽക്കുന്നില്ല, അത് നിൽക്കാൻ എല്ലാത്തിനും പ്രാർത്ഥനകളും ഖുർആൻ വാചകങ്ങളും അതിന് ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു എണ്ണവും 4444 തവണ ഇത് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. അങ്ങനെ മനുഷ്യരെ നിഷ്ക്രിയനാക്കി, എന്താണോ തന്റെ ഫാൾട്ട് അത് മനസ്സിലാക്കി പ്രയോഗവൽക്കരിക്കാൻ സമ്മതിക്കാതെ പ്രാർത്ഥനയിലും ഭക്തിയിലും കപട വിശ്വാസത്തിലും ജനങ്ങളെ തളച്ചിട്ട് അതുവഴി പണമുണ്ടാക്കിയ ഒരു ഖുർആൻ പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം ഖുർആൻ മനഃപാഠമാക്കി ഹാഫിൽ പട്ടമെടുത്ത ആളുകൂടിയാണ്. അതുകൊണ്ടാണ് ഹാഫിൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെ ചേർക്കപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ മകൻ
സിനിമാ മേഖലയിൽ വന്നപ്പോൾ ഒരുപാട് കോളിളക്കങ്ങൾ ഉണ്ടായി. എന്തേ? മദ്രസ അധ്യാപകർക്കും ഖുർആൻ പണ്ഡിതന്മാർക്കും അവരുടെ കുടുംബങ്ങളുമൊക്കെ സിനിമ പാടില്ല എന്നുണ്ടോ? വരണം. ഇതുപോലെയുള്ള കുടുംബങ്ങളിൽ നിന്ന് ആൾക്കാർ പുരോഗമനത്തിന്റെ മേഖലകളിലേക്ക് കാലുകുത്തണം, ചവിട്ടണം, വെട്ടിപ്പിടിക്കണം. അവരുടെ പേരിൽ ആ മേഖലകൾ അറിയപ്പെടണം. അങ്ങനെയാണ് പുരോഗമനം സാധ്യമാവുക. പണ്ട് കാലത്ത് നാടകങ്ങളിലൊക്കെ അഭിനയിച്ച മുസ്ലിം സ്ത്രീകൾക്ക് ആയിഷ നിലമ്പൂർ അവരൊക്കെ അവരുടെ ആത്മകഥകൾ എഴുതിയിട്ടുണ്ട്. ഞാനും ഫേസ്ബുക്കിൽ ധാരാളം അവരുടെ കഥകൾ എവിടെ നിന്നെങ്കിലും കിട്ടിയാൽ കുറച്ചും കൂടി അങ്ങനെ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ട് എഴുതാറുണ്ടായിരുന്നു. അവരൊക്കെ അനുഭവിച്ച യാതനകൾ, വേദനകൾ, ഭ്രഷ്ടുകൾ, ഒറ്റപ്പെടുത്തലുകൾ, കുറ്റപ്പെടുത്തലുകൾ അതൊക്കെ സഹിച്ചുകൊണ്ട് അവർ നേടിത്തന്നതാണ് നമ്മുടെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് നമ്മൾ മറക്കാതിരിക്കുക. അപ്പോൾ പല ആൾക്കാരും സിനിമയിലേക്ക് പോകുമ്പോൾ അവരെ അമുസ്ലിമീങ്ങളാക്കുന്നവർ എന്തേ ദുൽഖർ സൽമാനെയും മമ്മൂട്ടിയെയും ഒന്നും കാണാതെ പോകുന്നത് എന്ന് ചോദിച്ചു കളയരുത്. കാരണം ചോദ്യങ്ങൾ ഇസ്ലാമിക വക്താക്കൾക്ക് ഇഷ്ടമേയില്ല. അതുപോലെ ആദ്യമായി ഖുർആൻ മലയാളത്തിലേക്ക്, അറബി മലയാളം ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്ത ഖുർആൻ പണ്ഡിതനായ ആദ്യത്തെ കാലഘട്ടത്തിലാണെന്ന് കൂടി ഓർക്കണം. ആ കാലഘട്ടത്തിൽ ഖുർആനിന്റെ പാണ്ഡിത്യം നേടിയെടുക്കാൻ ഓരോ വാക്കിന്റെയും അർത്ഥങ്ങളും ആശയങ്ങളും വാചകത്തിന്റെ ഘടനയും അർത്ഥവും മനസ്സിലാക്കാൻ എത്രമാത്രം അദ്ദേഹം ത്യാഗം സഹിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, ഗവേഷണം നടത്തിയിട്ടുണ്ട്. ആ വിഷയത്തിലുള്ള അദ്ദേഹത്തിന്റെ അവഗാഹത്തെ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. ആ കുടുംബത്തിൽ നിന്ന്, ആ ചോരയിൽ നിന്ന് അദ്ദേഹത്തിന്റെ മകനാണ് ഇതാ മതം വിട്ട പാനലിൽ നമ്മോടൊപ്പം വന്നിരിക്കുന്നത്. ഇനി എന്താണ് നമുക്ക് പറയാനുള്ളത്? നമുക്കൊന്നും പറയാനില്ല. നമുക്കൊരു പരിഹാസ ചിരിച്ചിരിക്കാം. ഉത്തരം കിട്ടാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? അനാവശ്യങ്ങൾ പറയാം. പ്രതിസ്ഥാനത്ത് ഒരു സ്ത്രീ ആണെങ്കിൽ പ്രത്യേകിച്ച് അവഹേളിക്കാം, പരിഹസിക്കാം, ഇല്ലാ കഥകൾ പറയാം, കൊടിച്ചി പട്ടി എന്ന് വിളിച്ച് ആക്ഷേപിക്കാം. അതല്ലാതെ ഒരിക്കലും നമ്മുടെ ആശയത്തെ ഖണ്ഡിക്കാനോ നമ്മൾ പറഞ്ഞത് ശരിയല്ലെന്നോ പറഞ്ഞ് ഇവരെ കൊണ്ട് ഖണ്ഡിക്കാൻ സാധിക്കുന്നേയില്ല. അപ്പോൾ ഉത്തരങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ഇവരെന്നും കൊഞ്ഞനം കുത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഖുർആൻ പണ്ഡിതനായ ആ വ്യക്തിയുടെ മകനാണ് ഇന്നിതാ മതം വിട്ടുകൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോ അറേബ്യൻ കൺട്രീസില്, അറേബ്യയിലെ ഭരണാധികാരികളുടെ ഭാര്യമാരും മക്കളും ഏത് വേഷത്തിലാണ് നടക്കുന്നത് നമ്മളൊന്ന് ചിന്തിക്കണം. ഇവിടത്തെ സാധാരണക്കാരന്റെ ഭാര്യയും മക്കളും കണ്ണിന്റെ കൃഷ്ണമണിയിൽ കൂടി എങ്ങനെ വലയിടാം എന്ന് റിസർച്ച് ചെയ്യുകയാണ്. ഇവരാണെങ്കിലോ, പുരുഷന്മാരാണെങ്കിലോ മറ്റുള്ളവരെയൊക്കെ കണ്ട് വെള്ളം വിഴുങ്ങുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ മുമ്പിലുള്ള ഇസ്ലാം. അപ്പോൾ നമുക്ക് മതം വിട്ടവരുടെ പാനലിൽ അടുത്ത ആഴ്ച മറ്റൊരു ഗസ്റ്റുമായി വീണ്ടും കാണാം. നന്ദി. അപ്പോ ഒരു കാര്യം കൂടി മറന്നുപോയി. ബഷീർ മാഷിന്റെ ചാനല് നിർബന്ധമായും നമ്മൾ കാണണം. കാരണം അതിനകത്ത് ഒരുപാട് വിവരങ്ങളുണ്ട്. ഭരണഘടനയെ സംബന്ധിച്ച്, രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഒരുപാട് അദ്ദേഹത്തിന്റെ വ്യൂസ്, എന്താണ് അദ്ദേഹത്തിന്റെ ആശയം എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കാണണം, പ്രോത്സാഹിപ്പിക്കണം. ഇത്തരം ആൾക്കാരുടെ ചാനലുകൾ ഇന്നല്ലെങ്കിൽ നാളെ പുറം ലോകം അറിയണം, കാണണം. അതിൽ നിന്നും വരുന്ന ഒരു തലമുറ വിജ്ഞാനം ഉൾക്കൊള്ളുകയും വേണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി.